ഓക്കെ, തിയറികളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നോക്കാം. നമ്മൾ ഒരു സമയത്ത് ചെറിയ രീതിയിൽ സ്റ്റെപ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താണ് സ്റ്റെപ്സ് ഇൻവോൾവ് ബജറ്റിംഗ് ആൻഡ് ബജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇവിടെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ബജറ്ററി കൺട്രോളിന്റെ സ്റ്റെപ്സ് ചോദിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാല്ല. ബജറ്ററി കൺട്രോളിന്റെ സ്റ്റെപ്സ് എക്സാമിന് ചോദിച്ചാൽ ഇത് എഴുതിയാൽ മതി. ഓക്കെ, ബജറ്ററി കൺട്രോളിന്റെ സ്റ്റെപ്സ് എക്സാമിന് ചോദിച്ചാൽ നമ്മൾ ഇനി വർക്ക് ചെയ്യാൻ പോകുന്നു അത് എഴുതിയാൽ മതി. മറ്റത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സാധനമല്ലല്ലോ. ഓക്കെ, അതാണ് കാര്യങ്ങൾ രണ്ടും ഇതുണ്ട്. കുറച്ചും കൂടെ സ്പെസിഫിക് ഇത് തന്നെയാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബജറ്ററി ഓർഗനൈസേഷൻ ഓഫ് ബജറ്ററി കൺട്രോൾ, അതായത് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുക ഒരു ബജറ്ററി കൺട്രോൾ, അതിനെയാണ് ചെയ്യുന്നത്. സ്റ്റെപ്സ് ഇൻ ദ ഇൻസ്റ്റാളേഷൻ ഓഫ് ബജറ്ററി കൺട്രോൾ സിസ്റ്റം. ബജറ്ററി കൺട്രോൾ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സ് ആണ്. എ സൗണ്ട് ആൻഡ് എഫിഷ്യന്റ് ഓർഗനൈസേഷൻ ഈസ് എ പ്രീ റിക്വസിറ്റ് ബജറ്ററി കൺട്രോൾ സിസ്റ്റം. The following steps are involved in setting up sound organization or installation of system of budgetary control. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? The following are the steps involved in setting up a sound organization or installation of system of budgetary control. Budgetary control, നല്ലൊരു budgetary control ഓർഗനൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വരുന്ന സ്റ്റെപ്പുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തത്, നമുക്ക് ഓരോ ബജറ്റുകൾക്കും ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും അല്ലെ? ബജറ്റ് പറഞ്ഞാൽ നോർമലി ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അതാണ് ബജറ്റ് സെന്റർ ആയിട്ട് നമ്മൾ ഇവിടെ പറയുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും നമ്മൾ ബജറ്റ് ഏതിനൊക്കെ ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ അതിനൊക്കെ ബേസ് ചെയ്തിട്ട് ഓരോ ബജറ്റ് സെന്റേഴ്സുകൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബജറ്റ് സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബജറ്റ് സെന്റേഴ്സ് ഒരു ഡിപ്പാർട്ട്മെന്റ്. ബജറ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഐഡിയ കിട്ടൂല, പക്ഷെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. അതായത് ആദ്യം ഇത് ആ ഡെഫിനിഷൻ ആണ് കിട്ടിക്കോട്ടെ. ഇതാ, ബജറ്റ് സെന്റർ ഈസ് ദ സെക്ഷൻ ഓഫ് ഓർഗനൈസേഷൻ ഓഫ് എൻ അണ്ടർടേക്കിംഗ്. ഒരു ഓർഗനൈസേഷനിലെ സെക്ഷൻ ആണ് ഡിഫൈൻഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബജറ്ററി കൺട്രോൾ. ബജറ്ററി കൺട്രോളിന് വേണ്ടിയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഓർഗനൈസേഷനിലെ ഓരോ സെക്ഷൻ ആണ്. സെയിൽസിൻ്റെത്, പ്രൊഡക്ഷൻ്റെത്, ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ. സാധാരണ ഓരോ ഫങ്ഷണൽ ബജറ്റ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ തന്നെയാണ് എക്സാക്ട് ബജറ്റ് സെന്റർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഓരോ ബജറ്റ് സെന്റേഴ്സ് ഏതാ എന്നുള്ളത് ആദ്യം എന്ത് ചെയ്യുക, കൺഫേം ചെയ്യുക. ബജറ്റ് സെന്റർ ഓർ ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി എസ്റ്റാബ്ലിഷ് ചെയ്യണം ഫോർ ദ പർപ്പസ് ഓഫ് ഡിഫൈനിങ് ദ റെസ്പോൺസിബിലിറ്റി ആൻഡ് ആൾസോ ഫോർ ദ കോസ്റ്റ് കൺട്രോൾ. റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണ് ഇവിടുത്തെ ബജറ്റും കാര്യങ്ങളും ആരാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരു ബജറ്റ് സെന്റർ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നാ പറഞ്ഞത്. എ ബജറ്റ് സെന്റർ ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ഓർഗനൈസേഷൻ ഫോർ വിച്ച് എ ബജറ്റ് ഈസ് പ്രിപ്പയർഡ്. പാർട്ട് ഓഫ് ഓർഗനൈസേഷൻ, ബജറ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ എന്താ? പാർട്ട് ഓഫ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ ഒരു സെക്ഷൻ ആണ് അല്ലെങ്കിൽ പാർട്ട് ആണ്. ഫോർ വിച്ച്, ആ ഒരു പാർട്ടിന് വേണ്ടിയിട്ട് ദ ബജറ്റ് ഈസ് പ്രിപ്പയർഡ്. ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഏതിനു വേണ്ടിയാണോ നമ്മൾ ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അത്തരം ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകളെ സെക്ഷൻ ഏതാണെന്ന് നമ്മൾ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതാണ് ഒന്നാമത്തത്. ഓക്കെ, ഫോർ ഈച്ച് ബജറ്റ് സെന്റർ ഓർ ഡിപ്പാർട്ട്മെന്റ്, ഓരോ ബജറ്റ് സെന്ററിനും എ സെപ്പറേറ്റ് ബജറ്റ് ഈസ് പ്രിപ്പയർഡ്. ഓരോ ബജറ്റ് സെന്ററിനും നമ്മളൊരു സെപ്പറേറ്റ് ബജറ്റ് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് സ്ഥാപനത്തിന് വേണ്ടി ഒരു ഓവറോൾ ബജറ്റ് പ്രിപ്പയർ ചെയ്യും. ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് അവർക്ക് വേണ്ട ഒരു ബജറ്റ് പ്രിപ്പയർ ചെയ്യും. അതുപോലെ മെയിൻ്റനൻസിന്റെ ഡിപ്പാർട്ട്മെന്റ് അവരുടേതായ ഒരു ബജറ്റ് അവർ പ്രിപ്പയർ ചെയ്യും. സെയിൽസിന്റെ ഡിപ്പാർട്ട്മെന്റ് അവരുടേതായ രീതിയിലുള്ള ബജറ്റ് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് ഈ ബജറ്റുകളെല്ലാം നമ്മൾ ബജറ്റ് ഓഫീസർ അല്ലെങ്കിൽ ബജറ്റ് കമ്മിറ്റിക്ക് അത് കൊടുക്കും. ഈ ബജറ്റ് കമ്മിറ്റിയാണ് എന്ത് ചെയ്യുക, കമ്പനിയുടെ ഓവറോൾ ബജറ്റ് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ബജറ്റ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. ഫോർ ഈച്ച് ബജറ്റ് സെന്റർ ദർ വിൽ ബി എ സെപ്പറേറ്റ് ബജറ്റ്. എന്നിട്ട് ആ ബജറ്റിനെ കമ്പൈൽ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബജറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ബജറ്റ് ഉണ്ടാക്കുക. പിന്നെ അപ്പൊ ഒന്നാമത്തെ എന്താണ്, ബജറ്റ് സെന്ററിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ള. ആർക്കാണ് നമ്മൾ ബജറ്റ് ആക്കുന്നത്, അങ്ങനെ ഒരു സെന്റർ എസ്റ്റാബ്ലിഷ് ചെയ്യാം. രണ്ടാമത്തെ, ഇൻട്രൊഡക്ഷൻ ഓഫ് അഡീക്വേറ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്. അഡീക്വേറ്റ് ആയിട്ട് ഈ ബജറ്റിന്റെ സിസ്റ്റം അക്കൗണ്ട്, ഈ ബജറ്റ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഒരു അക്കൗണ്ടിങ് റെക്കോർഡ്സുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ദ അക്കൗണ്ടിങ് സിസ്റ്റം ഷുഡ് ബി സച്ച് ദാറ്റ്, അക്കൗണ്ടിങ് സിസ്റ്റം ഏതുപോലത്തേതാവണം,
it should be able to record, analyze information required for operation of the system. സിസ്റ്റത്തിന്റെ ഓപ്പറേഷൻ അനലൈസ് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും പറ്റുന്ന കേപ്പബിൾ ആയിട്ടുള്ള സാധനമായിരിക്കണം. അപ്പൊ രണ്ടാമത്തെ അക്കൗണ്ടിങ് റെക്കോർഡ്സ് വേണ്ട രീതിയിൽ അഡീക്വേറ്റ് ആയ രീതിയിൽ എന്ത് ചെയ്യുക, കൊണ്ടുവരിക. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്, എ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് കറസ്പോണ്ടിങ് ടു ദ ബജറ്റ് സെന്റർ ഷുഡ് ബി മെയിൻറ്റൈൻഡ്. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ, ലെഡ്ജറുകൾ തന്നെയാണ്. അപ്പം ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ത് ചെയ്യണം, നിങ്ങൾ ടാലിയൊക്കെ തുറക്കുമ്പോൾ കാണാൻ പറ്റും. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ലെഡ്ജർ മറ്റു സാധനങ്ങളാവുക. അപ്പൊ എന്ത് ചെയ്യണം, ബജറ്റിന്റെ കാര്യങ്ങൾക്ക് ആവശ്യമുള്ള ഓരോ ബജറ്റ് സെന്ററിനും ആവശ്യമുള്ളതായിട്ടുള്ള ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അടുത്തതുണ്ട്, ബജറ്റ് സെന്ററിനെ എസ്റ്റാബ്ലിഷ് ചെയ്തു, അക്കൗണ്ട്സിന്റെ റെക്കോർഡ്സുകൾ ഓരോന്നിനും വേണ്ടത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. ഇനി വേണ്ടത് ബജറ്റ് ട്രെയിനിങ് കൊടുക്കുക, അതിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ഓൾ പേഴ്സണൽ, എല്ലാ എംപ്ലോയീസും ഷുഡ് ബി ട്രെയിൻഡ് ഇൻ ഓപ്പറേറ്റിംഗ് ദ സിസ്റ്റം ഓഫ് ബജറ്ററി കൺട്രോൾ. ബജറ്ററി കൺട്രോള് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓരോരുത്തരെയും എന്ത് ചെയ്യണം, ട്രെയിൻ ചെയ്യിപ്പിക്കണം. ഈച്ച് പേഴ്സൺ മസ്റ്റ് ബി ഇൻഫോംഡ് ഓഫ് ദ വേരിയസ് ആസ്പെക്ട് ആൻഡ് ബെനിഫിറ്റ് ഓഫ് ദ ബജറ്ററി കൺട്രോൾ. നമ്മുടെ ബജറ്ററി കൺട്രോളിന്റെ ബെനിഫിറ്റും അതിന്റെ ആസ്പെക്റ്റും ഓരോ പേഴ്സൺസിനെയും കൃത്യമായിട്ട് ഇൻഫോം ചെയ്തിരിക്കണം. There must be proper orientation of employees in the utility and principle of budgeting. ബജറ്റിന്റെ ആവശ്യകതയും അതുപോലത്തെ അതിന്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഓറിയന്റേഷൻ എന്ത് ചെയ്യണം, വേണം എന്നുള്ളതാണ്. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഓറിയന്റേഷൻ ഓഫ് എംപ്ലോയീസിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഓറിയന്റേഷൻ വേണം. നിങ്ങളിപ്പം ഇത്ര മനസ്സിലാക്കിയാൽ മതി, ഇതെല്ലാം കൂടെ ഒന്നും എഴുതണ്ട. ബജറ്റിന്റെ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിനെ, സ്ഥാപനത്തിലുള്ള ഓരോ വ്യക്തിനെയും കൃത്യമായിട്ട് ബജറ്റിനെ പറ്റി എഡ്യൂക്കേറ്റ് ചെയ്യണം. അവർക്ക് ബജറ്റിന് ആ ഒന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കണം. ട്രെയിനിങ് കൊടുക്കുമ്പോൾ തന്നെയാണ് എഡ്യൂക്കേഷൻ വരിക. ഓക്കെ, അടുത്തത് പ്രിപ്പറേഷൻ ഓഫ് ഓർഗനൈസേഷണൽ ചാർട്ട്. ഓർഗനൈസേഷണൽ ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, സിഇഒ പിന്നെ മാനേജേഴ്സ് ഇങ്ങനെ വരുന്ന ഈ ചാർട്ടാണ്. ഈ ചാർട്ട് എന്തിനാ, ആരാണ് അതോറിറ്റി, ആരാണ് റെസ്പോൺസിബിലിറ്റി, ആരാണ് ഇന്ന വർക്ക് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർഗനൈസേഷണൽ ചാർട്ടിൽ ഉണ്ടാവും. അപ്പോഴേ ഓരോ ബജറ്റ് സെന്ററിലും വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാന്നൊക്കെ ഒരു ധാരണ ഉണ്ടാവുള്ളൂ. മറ്റത് ആകെ ഒരു കലപിലായിരിക്കും. അപ്പൊ ഓർഗനൈസേഷൻ ചാർട്ട് നിർബന്ധമാണ്. ദർ ഷുഡ് ബി എ വെൽ ഡിഫൈൻഡ് ഓർഗനൈസേഷൻ ചാർട്ട് ഫോർ ബജറ്ററി കൺട്രോൾ. ബജറ്ററി കൺട്രോളിന് എന്ത് വേണം, ഒരു വെൽ ഡിഫൈൻ ആയിട്ടുള്ള എന്ത് വേണം, ചാർട്ട് വേണം. ഓർഗനൈസേഷണൽ ചാർട്ട് ഡിഫൈൻ ദ ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഈച്ച് മെമ്പർ, ഓരോ ഓഫ് ദ മാനേജ്മെന്റ് ടീം. ഈ ടീം ബജറ്ററി കൺട്രോൾ മാനേജ് ചെയ്യുന്ന ആ ടീമിന്റെ ഓരോ മെമ്പറിന്റെയും റെസ്പോൺസിബിലിറ്റി എന്താണ്, അവർ എന്തൊക്കെയാണ് ഫങ്ഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് ഓർഗനൈസേഷണൽ ചാർട്ടിൽ വിശദാക്കുന്നുണ്ട്. To ensure ഈ ഓർഗനൈസേഷണൽ ചാർട്ട് ദാറ്റ് ഈച്ച് വൺ നോസ് ഹിസ് പൊസിഷൻ, അവന്റെ പൊസിഷൻ എന്താണ് ഇൻ ദ ഓർഗനൈസേഷൻ ആൻഡ് ഹിസ് റെസ്പോൺസിബിലിറ്റി വിത്ത് അതർ മെമ്പർ, മറ്റ് മെമ്പർ ആയിട്ടുള്ള അവന്റെ ഉത്തരവാദിത്വം എന്താണ് എന്നുള്ളതൊക്കെ ഓർഗനൈസേഷൻ ചാർട്ട് വ്യക്തമാക്കും. ഇപ്പൊ ഒന്നാമത്തെ എന്താ പറഞ്ഞത്, ബജറ്റ് സെന്റർ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ബജറ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ ഡിപ്പാർട്ട്മെന്റുകളാണ്. ഓരോ ബജറ്റ് സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റുകളെയും ബജറ്റ് സെന്റർ എന്ന് നമ്മൾ എന്ത് ചെയ്യും, പറയും. ഇനി അഡീക്വേറ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് റെക്കോർഡ്സുകൾ വേണ്ട ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് സെറ്റ് ചെയ്യുക. ഓരോ ബജറ്റ് സെന്ററിനും ആവശ്യമായിട്ടുള്ള ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. മൂന്നാമത്തത് ബജറ്ററി ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. എല്ലാ പേഴ്സണലിനെയും ഷുഡ് ബി ട്രെയിൻഡ് ഇൻ ഓപ്പറേറ്റിംഗ് ദ സിസ്റ്റം ഓഫ് ബജറ്ററി കൺട്രോൾ. ബജറ്ററി കൺട്രോൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് ഭാഗമായിട്ട് എല്ലാ എംപ്ലോയീസിനെയും നല്ല ട്രെയിനിങ് കൊടുക്കണം. അവർക്ക് എല്ലാ ആസ്പെക്റ്റും നല്ല പോലെ ഇൻഫോംഡ് ആയിരിക്കണം. ഓക്കെ, ഇനി ഓർഗനൈസേഷൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യുക. എന്തിനാ ഓർഗനൈസേഷൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യുക, ഞാൻ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ എന്റെ പൊസിഷൻ എന്താണ്, ഞാൻ എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് ചെയ്യേണ്ടത്, എന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്, എന്റെ ഫങ്ഷൻസ് എന്താണ്, ഞാൻ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ ആരായിട്ടാണ് ഞാൻ കണക്റ്റഡ് ആയിട്ടുള്ളത്, എന്റെ സുപ്പീരിയർ ഓഫീസർ എന്താണ്, എന്റെ സബോർഡിനേറ്റ് ആരാണ്, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ ഒരു ഓർഗനൈസേഷണൽ ചാർട്ട് നിർബന്ധമാണ്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബജറ്റ് കമ്മിറ്റി. ഇനി ഒരു ബജറ്റ് കമ്മിറ്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ചെറിയ സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബജറ്റ് കമ്മിറ്റി ഒന്നും ഉണ്ടാവില്ല. അവിടെ എന്തുണ്ടാവുള്ളൂ, ഒരു ബജറ്റ് ഓഫീസറോ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റോ ഉണ്ടാവും. അവര് എന്ത് ചെയ്യും, ഈ ബജറ്റ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരാണ് പെർഫോം ചെയ്യുക. ബട്ട് ഇൻ ലാർജ് ഓർഗനൈസേഷനിൽ എ ബജറ്റ് കമ്മിറ്റി ഈസ് അപ്പോയിന്റഡ് ടു ഫോർമുലേറ്റ് ജനറൽ പ്രോഗ്രാം ഫോർ പ്രിപ്പയറിംഗ് ബജറ്റ് ആൻഡ് എക്സൈസ് ഓവറോൾ കൺട്രോളും ബജറ്റും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്
ഒരു ജനറൽ പ്രോഗ്രാം ആര് സെറ്റ് ചെയ്യും? ഈ ബജറ്റ് കമ്മിറ്റി സെറ്റ് ചെയ്യും. ബജറ്റ് കമ്മിറ്റിന്റെ പിന്നെ പ്രിൻസിപ്പിൾസിന്റെയും ഫോർമുലേഷന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് അവർ തരുന്ന ആ ഒരു പ്രീ ആയിട്ടുള്ള ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ഡിപ്പാർട്ട്മെന്റ് ബജറ്റ് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ദ ബജറ്റ് കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ്, ബജറ്റ് കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാവും? സിഇഒ ഉണ്ടാവും, അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ ഉണ്ടാവും, ബജറ്റ് ഓഫീസേഴ്സ് ആൻഡ് മാനേജേഴ്സ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്, ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ആളുകൾ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ ആരൊക്കെ ഉണ്ടാവുക ബജറ്റ് കമ്മിറ്റിയിൽ? സിഇഒ വരും, അല്ലെങ്കിൽ MD വരും. ഇത് രണ്ടും കൂടി ഉണ്ടാവില്ല, ഏതെങ്കിലും ഒന്ന്. ഓക്കെ. പിന്നെ ആരുണ്ടാവുക? ഓരോ കമ്മിറ്റി, ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും നമ്മൾ ഇത് ചെയ്തിട്ടുള്ള ഒരു ബജറ്റ് ഓഫീസർ ഉണ്ടാവും. അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും മാനേജേഴ്സ് ഉണ്ടാവും. ചിലപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ബജറ്റ് ഓഫീസർ ഉണ്ടാവില്ല. ബജറ്റ് ഓഫീസർ എന്ന് പറഞ്ഞിട്ട് 1-2 ആളുകൾ എടുത്തിട്ടുണ്ടാവും. പിന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും മാനേജേഴ്സും ഉണ്ടാവും. ഇതാണ് എന്ത് പറയുന്നത്? ബജറ്റ് കമ്മിറ്റി. അങ്ങനെ ഒരു ബജറ്റ് കമ്മിറ്റിനെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. എന്തിനാണ് ബജറ്റ് കമ്മിറ്റി? എന്തിനാ ബജറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ ഫങ്ഷൻസ് മനസ്സിലാക്കാൻ പറ്റും. എന്തിനാണ് ബജറ്റ് കമ്മിറ്റി? ടു പ്രൊവൈഡ് ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷൻ ടു ഹെൽപ്പ് ഡിപ്പാർട്ട്മെന്റൽ മാനേജേഴ്സ് ഇൻ ഫോർകാസ്റ്റിംഗ്. ഈ ബജറ്റ് കമ്മിറ്റിയാണ് ഹിസ്റ്റോറിക്കൽ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ഡാറ്റ എന്ത് ചെയ്യുക, കൊടുക്കുക. ഈ പാസ്റ്റ് ഡാറ്റനെ വെച്ചിട്ടായിരിക്കും അവരെന്ത് ചെയ്യുക, ഫ്യൂച്ചറിലെ ട്രെൻഡ് ഒക്കെ മനസ്സിലാക്കിയിട്ട് ബജറ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷൻ, അതായത് പാസ്റ്റ് ഇൻഫർമേഷൻ എന്ത് ചെയ്യുക, കൊടുക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ ഇത്രയായിരുന്നു നമുക്ക് ലേബർ കോസ്റ്റ് വന്നിരുന്നത്, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ മെറ്റീരിയൽ ഇത്ര റേഷ്യോയിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്, ഇത്തരം കാര്യങ്ങൾ കൊടുക്കുക. അങ്ങനെ ആവുമ്പോൾ പുതിയ ട്രെൻഡ് നോക്കിയിട്ട് മാനേജേഴ്സിന് ഫോർകാസ്റ്റ് ചെയ്യാൻ സഹായിക്കാൻ പറ്റും. പിന്നെ ടു അസിസ്റ്റ് ആൻഡ് അഡ്വൈസ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് ഡിപ്പാർട്ട്മെന്റൽ ബജറ്റ്. അതായത് ഓരോ ബജറ്റ് സെന്ററുകൾ എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റിലാണല്ലോ, ആ ഡിപ്പാർട്ട്മെന്റുകളുടെ ബജറ്റ് പ്രിപ്പയർ ചെയ്യാൻ അവരെ അഡ്വൈസ് ചെയ്യുക, അതുപോലെ തന്നെ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതൊക്കെയാണ്. ഇനി ഇൻസ്ട്രക്ഷൻസ് ഇഷ്യൂ ചെയ്യുക റിഗാർഡിംഗ് ബജറ്റ് റിക്വയർമെന്റ്. ബജറ്റ് റിക്വയർമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഡിഫൈൻ ജനറൽ പോളിസി ഓഫ് മാനേജ്മെന്റ് ഇൻ റിലേഷൻ ടു ബജറ്റ്. ബജറ്റിൽ മാനേജ്മെന്റിന്റെ പോളിസി എന്താണ് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് ജനറൽ പോളിസി ഓഫ് മാനേജ്മെന്റ് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ സബ്മിഷൻ ഫങ്ഷണൽ ബജറ്റുകൾ, ഡിപ്പാർട്ട്മെന്റൽ ബജറ്റിനെയാണ് ഫങ്ഷണൽ ബജറ്റ് എന്ന് ഒരു പരിധി വരെ പറയാം. അത്തരം പിന്നെ ഡേറ്റ് സബ്മിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫൈനൽ ഡേറ്റ് കൊടുക്കുക. ഇതൊക്കെയാണ് ബജറ്റ് കമ്മിറ്റിന്റെ ആവശ്യകത. അവർ ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ. വീണ്ടും ഉണ്ട് അടുത്തത് റിവ്യൂ ബജറ്റ്. ബജറ്റിനെ റിവ്യൂ ചെയ്യുക, അപ്രൂവ് ബജറ്റ് അപ്രൂവ് ചെയ്യുക, മാസ്റ്റർ ബജറ്റ്. ഇതാണ് മെയിൻ ബജറ്റ്. ഒരു സ്ഥാപനത്തിൽ ഒരുപാട് ഫങ്ഷണൽ ബജറ്റുകൾ ഉണ്ടാവും, 2, 3, 4 ഫങ്ഷണൽ ബജറ്റുകൾ ഉണ്ടാവും. ഈ ഫങ്ഷണൽ ബജറ്റിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് വരിക, മാസ്റ്റർ ബജറ്റ് വരിക. ഇതാണ് മെയിൻ ബജറ്റ്. ഓക്കെ. അപ്പൊ മാസ്റ്റർ ബജറ്റ് ആര് പ്രിപ്പയർ ചെയ്യും? ബജറ്റ് കമ്മിറ്റി പ്രിപ്പയർ ചെയ്യും. ഓക്കെ. പ്രിപ്പയർ ബജറ്റ് സമ്മറൈസ് whenever necessary. To prepare budget summaries എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. സജസ്റ്റ് റെമഡിയൽ ആക്ഷൻ whenever needed. എന്തെങ്കിലും റെമഡിയൽ ആക്ഷൻ ഉണ്ടെങ്കിൽ അത് സജസ്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ആരുടെ ബജറ്റ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം. അപ്പൊ ഒന്നും കൂടെ പോരാ, എന്തൊക്കെയാണ് ബജറ്ററി കൺട്രോളിന്റെ സ്റ്റെപ്സ്? ഏറ്റവും ബജറ്ററി കൺട്രോളിന്റെ സ്റ്റെപ്സ് ചോദിച്ചാൽ ഇത് തന്നെ ഇതാണ് കേട്ടോ. മുമ്പ് പഠിച്ച ഒരു ജനറൽ ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് പഠിച്ചതാണ്. ബജറ്റിംഗ് എന്ന് ചോദിച്ചാണെങ്കിൽ അത് എഴുതിക്കൊണ്ടു, പക്ഷെ ബജറ്ററി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ വരണം. ഓക്കെ. ബജറ്റ് സെന്റർ ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണ്, ബജറ്റ് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ബജറ്റ് ഉണ്ടാക്കുന്ന ആ ബജറ്റ് സെന്റേഴ്സിന് എന്ത് ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക. ദെൻ അക്കൗണ്ടിങ് റെക്കോർഡ്സ്, അഡീക്വേറ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് റെക്കോർഡ്സ് കൊണ്ടുവരിക. ഓരോ പേഴ്സണലിനും നല്ല രീതിയിൽ ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും കൊടുക്കുക. എന്തിനെ പറ്റിയുള്ള ട്രെയിനിങ് എഡ്യൂക്കേഷൻ ആണ്? ബജറ്റിനെ പറ്റിയിട്ടുള്ള. പിന്നെ ഓർഗനൈസേഷന് ചാർട്ട് കൊടുക്കുക. എന്തിനാ ഓർഗനൈസേഷൻ ചാർട്ട് കൊടുക്കുന്നത്? ഓരോ എംപ്ലോയീസിന്റെ പൊസിഷൻ എന്താണ് ഈ ഓർഗനൈസേഷനിൽ, അവർ ആർക്കൊക്കെയാണ് എന്തൊക്കെ ഫംഗ്ഷൻ ആണ് ചെയ്യേണ്ടത്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ സുപ്പീരിയർ ആരാണ്, സബോർഡിനേറ്റ് ആരാണ്, ആർക്കാണ് റിപ്പോർട്ടിംഗ് കൊടുക്കേണ്ടത്, ആർക്കാണ് ഓർഡേഴ്സ് കൊടുക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഓർഗനൈസേഷൻ ചാർട്ട് വേണം. ഓക്കെ. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബജറ്റ് കമ്മിറ്റി. ഒരു ബജറ്റ് കമ്മിറ്റീന് ആവശ്യമുണ്ട്. ബജറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ചെറിയ സ്ഥാപനങ്ങൾ ബജറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞ സംഭവമൊന്നുമില്ല. ഏതെങ്കിലും ഒരു ഓഫീസറോ അക്കൗണ്ടന്റോ ഒക്കെ അത് ചെയ്യും. എന്നാൽ നമുക്ക് വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ ഒരു ബജറ്റ് കമ്മിറ്റി ഉണ്ടാവും. അവരാണ് ജനറൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. അതിൽ ആരൊക്കെ ഉണ്ടാവും? ചീഫ് എക്സിക്യൂട്ടീവ് ഉണ്ടാവും, അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ ഉണ്ടാവും, ബജറ്റ് ഓഫീസേഴ്സ് ഉണ്ടാവും, പിന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും
ഓരോ ഡിപ്പാർട്ട്മെന്റിലും ചുമതലക്കാരായിട്ടുള്ള മാനേജേഴ്സും ഉണ്ടാവും. അവരെല്ലാവരും കൂടെ കൂടിയിരുന്നിട്ടാണ് ജനറൽ ആയിട്ടുള്ള ഒരുപാട് പ്രിൻസിപ്പിൾസ് ചെയ്യുക. അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? അവർ പാസ്റ്റ് ഡാറ്റ ഓരോ ഡിപ്പാർട്ട്മെന്റുകളെയും കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പുതിയ ട്രെൻഡൊക്കെ മനസ്സിലാക്കിയിട്ട് ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അസിസ്റ്റ് ചെയ്യും. എന്തിന്? ഡിപ്പാർട്ട്മെന്റുകളെ അവരുടെ ഡിപ്പാർട്ട്മെന്റൽ ബജറ്റ് പ്രിപ്പയർ ചെയ്തതിന് അസിസ്റ്റ് കൊടുക്കും, അഡ്വൈസ് ചെയ്യും. അതുപോലെ തന്നെ ബജറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ കൊടുക്കും. അതുപോലെ തന്നെ ജനറൽ പോളിസി, മാനേജ്മെന്റിന്റെ ജനറൽ പോളിസി എന്തൊക്കെയാണെന്നുള്ളത് ഡിഫൈൻ ചെയ്ത് കൊടുക്കും. ഫങ്ഷണൽ ബജറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഫൈനൽ ഡേറ്റ് കൊടുക്കും. ആ ഫൈനൽ ഡേറ്റ് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത ബജറ്റിനെ അവർ റിവ്യൂ ചെയ്യും. ആ റിവ്യൂ ചെയ്ത ബജറ്റിനെ അവർ അപ്രൂവ് ചെയ്യും. ഇനി റിവ്യൂ ചെയ്ത ബജറ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ റെമഡിയൽ ആക്ഷൻസ് എന്താണോ വേണ്ടത് അത് ചെയ്തു കൊടുക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാസ്റ്റർ ബജറ്റ് പ്രിപ്പയർ ചെയ്യും. ഇനി മാസ്റ്റർ ബജറ്റ് അത്രയും വലുതാണ്, അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളിടത്ത് സമ്മറീസ് ഓഫ് ബജറ്റ് എന്ത് ചെയ്യും? പ്രിപ്പയർ ചെയ്യും. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എന്തുള്ളത്? നമ്മുടെ ബജറ്റ് കമ്മിറ്റീന്റെ ഫങ്ഷൻസ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ഓക്കെ ആണോ? അല്ലേ? നമ്മൾ തീരെ ഇന്ററാക്ഷൻ ഇല്ല തിയറി ആവുമ്പോ. എന്താ അവസ്ഥ? തെറ്റല്ലേ? ഓക്കെ. ഇനി പ്രിപ്പറേഷൻ ഓഫ് ബജറ്റ് മാനുവൽ. ബജറ്റ് മാനുവൽ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബജറ്റ് മാനുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബജറ്റ് മാനുവൽ എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിന്റെ മുഴുവൻ എല്ലാ കാര്യങ്ങളും ഉള്ള ഇതാണ്. അതിൽ എന്തുണ്ടാവും? ഫുൾ ഡീറ്റെയിൽ. ബജറ്റ് മാനുവൽ ബജറ്റ് മാത്രമല്ല ഉണ്ടാവുക, ആ ബജറ്റിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് മറ്റു കാര്യങ്ങളൊക്കെ വരും. ഓക്കെ. അപ്പം മാഗ്ന കാർട്ട ഓഫ് ബജറ്ററി കൺട്രോൾ, ബജറ്ററി കൺട്രോളിന്റെ മാഗ്ന കാർട്ടയാണ്. Okay, a budget manual serve a basic document relating to budgetary control system. It is a document which specifies responsibility of a person engaged in routine and form and records required for budgetary control. അത് പേഴ്സൺസിന് വേണ്ട റെസ്പോൺസിബിലിറ്റി എന്താണ്, അവരുടെ റൂട്ടീൻ കാര്യങ്ങൾ, ഫോം ഏതൊക്കെ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, എന്തൊക്കെ റെക്കോർഡ്സ് ആണ് ആവശ്യമുള്ളത്, ഇതൊക്കെ ബജറ്ററി കൺട്രോളിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ വരും. ഓക്കെ. ഏറ്റവും സിമ്പിൾ ആയിട്ട് ബജറ്റ് മാനുവൽ എന്തൊക്കെ വരും? ഒബ്ജക്റ്റീവ് ആൻഡ് പോളിസീസ് ഓഫ് കൺസേൺ. സ്ഥാപനത്തിന്റെ ഒബ്ജക്റ്റീവും പോളിസി ഉണ്ടാവും. ഓരോ സിസ്റ്റത്തിന്റെയും ഒബ്ജക്റ്റീവിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ പ്രൊസീജിയർ ടു അഡോപ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രൊസീജിയർ ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത് അത് കൊണ്ടുവന്നിട്ടുണ്ടാവും. റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഫോം ടു ബി യൂസ്ഡ്. എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ്, എന്തൊക്കെ രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ബജറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ സ്റ്റെപ്പ് കാര്യങ്ങൾ അവർ കൊടുത്തിട്ടുണ്ടാവും. ഓരോ അക്കൗണ്ട്സിനും അക്കൗണ്ട് കോഡുകൾ എന്തുണ്ടാവും? അക്കൗണ്ട് കോഡുകൾ ഓരോരുത്തരും യൂസ് ചെയ്യേണ്ട അക്കൗണ്ട് കോഡ്, ഓരോ ഡിപ്പാർട്ട്മെന്റും അക്കൗണ്ട്സ് കോഡ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഉണ്ടാവും. ഡെഡ് ലൈൻ കൊടുക്കും, ബൈ വിച്ച് ഡാറ്റ ആർ ടു ബി സബ്മിറ്റഡ്. നമ്മളെ ബജറ്റിന്റെ ഡാറ്റ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അതിൽ പറയും. ഫങ്ഷൻ ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ബജറ്റ് കമ്മിറ്റിന്റെ ഫങ്ഷൻസും കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പൊ ബജറ്റ് മാനുവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബജറ്റ് മാനുവൽ എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ബജറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നതാണ് നമ്മുടെ മെയിൻ ബജറ്റ്, മാസ്റ്റർ ബജറ്റ്. ഈ ബജറ്റ് മാനുവലും മാസ്റ്റർ ബജറ്റും തമ്മിൽ മാറിപ്പോയത്. ബജറ്റ് മാനുവലിൽ നമ്മൾ ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ഇതെങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻസ് ഉള്ളത്, അതുപോലെ തന്നെ ഏതൊക്കെ ഫോമുകളാണ് പിന്നെ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്, അതുപോലെ തന്നെ ബജറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിന്റെ സ്റ്റെപ്സ്. അതായത് ഒരു ഇൻഫോർമേഷൻ മാനുവൽ എന്ന് പറഞ്ഞാൽ എന്താ? ഓഡിറ്റ് മാനുവൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാണ് ഓഡിറ്റ് ചെയ്യേണ്ടത് എന്ന് കാണിക്കുന്ന സാധനം. അപ്പൊ ബജറ്റ് മാനുവൽ എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെയാണ് ബജറ്റ് ചെയ്യേണ്ടത്, നമ്മളൊരു ബജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ആർക്കൊക്കെയാണ് ഇതിന്റെ ഉത്തരവാദിത്തങ്ങൾ, എന്തൊക്കെ നിങ്ങൾ ഉപയോഗിക്കേണ്ട അക്കൗണ്ടിങ് കോഡുകൾ എന്താണ്, അത്തരം കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്ന ഇതാണ് ബജറ്റ് മാനുവൽ. ബജറ്റ് മാനുവലിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഫങ്ഷണൽ ബജറ്റ് പ്രിപ്പയർ ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ട് മാസ്റ്റർ ബജറ്റും പ്രിപ്പയർ ചെയ്യും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ബജറ്റ് മാനുവൽ എന്ന് പറഞ്ഞാൽ ബേസിക് ഡോക്യുമെന്റ് ആണ്. എന്താണ് ബജറ്റ് മാനുവൽ എന്ന് പറഞ്ഞാൽ? ബേസിക് ഡോക്യുമെന്റ് ആണ് റിലേറ്റിംഗ് ടു ബജറ്ററി കൺട്രോൾ. ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ് വിച്ച് സ്പെസിഫൈ റെസ്പോൺസിബിലിറ്റീസ് പേഴ്സൺ എൻഗേജ്ഡ് ഇൻ ദ റൂട്ടീൻ. ഓരോരുത്തരുടെയും എന്താണ് പേഴ്സൺസിന്റെയും റെസ്പോൺസിബിലിറ്റി എന്താന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെ ഫോംസ് ആണ്, അതുപോലെ തന്നെ എന്തൊക്കെ റെക്കോർഡ്സ് ആണ് ഉപയോഗിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിലുണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ അതൊരു മാഗ്ന കാർട്ടയാണ്. ഏറ്റവും എലമെന്ററി ആയിട്ടുള്ള
എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. ബജറ്ററി കൺട്രോളിന്റെ മാഗ്നാകാട്ടയാണ് എന്ത് ബജറ്റ് മാനുവൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി മെയിൻറ്റൈൻഡ് ഇൻ ലൂസ് ലീഫ്. ഇത് ശ്രദ്ധിക്കുക, ലൂസ് ലീഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ സെറ്റപ്പിലല്ല അത് ചെയ്യുക. കാരണം എന്താ, ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് അൾട്ടർ ചെയ്യണം. അപ്പൊ ആ ഒരു രീതിയിലാണ് ഇതിനെന്ത് ചെയ്യുക, കൈകാര്യം ചെയ്യുക. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്ന അതിനനുസരിച്ച് ചില അൾട്ടറേഷൻസ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ പെട്ടെന്ന് അൾട്ടറേഷൻ വേണ്ട സമയത്ത് അൾട്ടറേഷൻ ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ ഒരു ലൂസ് ലീഫ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, റിജിഡ് അല്ല, വളരെ പിന്നെന്താണ് ആവശ്യങ്ങൾക്കനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിട്ട് മാറ്റം വരുത്താൻ പറ്റുന്ന സംഭവങ്ങളാണ്. ആ രീതിയിലായിരിക്കും കൈകാര്യം ചെയ്യുക. ഓക്കെ, ബജറ്റ് മാനുവൽ എന്താന്ന് മനസ്സിലാക്കുക. മാഗ്നാകാട്ടയാണ് എന്ന് പറഞ്ഞു, അതാണ് മെയിൻ ബേസിക് ഡോക്യുമെന്റ് ആണ്. അതിലെല്ലാ കാര്യങ്ങളും കൊടുക്കും. പോളിസി എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് കൊടുക്കുന്നു. ഇനി അടുത്തത് ഫിക്സേഷൻ ഓഫ് ബജറ്റ് പീരീഡ്. നമ്മൾ ഏത് ബജറ്റിനാണ്, എത്ര ബജറ്റിനാണ് ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഇത് തീരുമാനിക്കുക എന്നുള്ളതാണ്. അനദർ സ്റ്റെപ്പ് ഈസ് ഡിറ്റർമിനേഷൻ ഓഫ് ബജറ്റ് പീരീഡ്. ബജറ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഈസ് ലെങ്ത് ഓഫ് ടൈം ഫോർ വിച്ച് ബജറ്റ് ഈസ് പ്രിപ്പയർഡ് ആൻഡ് എംപ്ലോയിഡ്. നമ്മൾ എത്ര കാലത്തേക്കാണ് എന്ത് ബജറ്റ്, അതിന് ഇത്ര 6 മാസം 3 മാസം, അതൊക്കെ സ്ഥാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ചിലപ്പോൾ അത് ഇറ്റ് മേ ബി വീക്ക്ലി ആവാം, മന്ത്ലി ആവാം, ക്വാർട്ടർലി ആവാം. ദ ബജറ്റ് പീരീഡ് മേ ബി ലോങ് ടൈം വിച്ച് ഈസ് എക്സ്റ്റെൻഡഡ് ടു 3 to 5 years, അങ്ങനെ വരാം. അങ്ങനെ പല രീതിയിലാവാം. ലോങ് ടൈം ആവാം, ഷോർട്ട് ടൈം ആവാം, മീഡിയം ടൈം ആവാം. അതൊക്കെ തീരുമാനിക്കല് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ബജറ്റിന്റെ നേച്ചർ അനുസരിച്ചാണ്. എന്തെന്നായാലും അടുത്ത സ്റ്റെപ്പ് എന്താണ്, പീരീഡ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഡിറ്റർമിനേഷൻ ഓഫ് കീ ഫാക്ടർ. കീ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് മനസ്സിലാക്കുക. ലിമിറ്റിംഗ് ഓർ ഗവേണിംഗ് ഫാക്ടർ. സാധാരണ ഇത് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് ആയിരിക്കും നമ്മുടെ ഗവേണിംഗ് ഫാക്ടർ. സെയിൽസ് എങ്ങനെ മനസ്സിലാക്കുക, അല്ല നമ്മള് ഒരു ബേസ് ഉണ്ടാവും, ആ ബേസിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ ബജറ്റ് പ്രിപ്പയർ ചെയ്യാൻ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഞാൻ സെയിൽസ് ആണ് കീ ഫാക്ടർ അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ ഈ വർഷത്തെ എന്റെ സെയിൽസ് ഫോർകാസ്റ്റ് ചെയ്തു. ബജറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഫോർകാസ്റ്റിംഗ് ആണ്. ഫോർകാസ്റ്റ് ചെയ്തു, എത്ര യൂണിറ്റാ, 25,000 യൂണിറ്റ് ഞാൻ സെയിൽ ചെയ്യും. അപ്പൊ ഇതാണ് നമ്മുടെ ലിമിറ്റിംഗ് ഫാക്ടർ. ഇതിനുള്ളിൽ നിന്നിട്ടാണ് നമ്മൾ ബാക്കിയെല്ലാം ചെയ്യേണ്ടത്. 25,000 യൂണിറ്റ് മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ട്, നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി പ്രൊഡക്ഷൻ എങ്ങനെ നടത്തണം, 25,000 യൂണിറ്റ് സെയിൽ ചെയ്യാൻ പറ്റിയ പ്രൊഡക്ഷൻ നടത്തണം. ക്യാഷ് ബജറ്റ് എന്തിനു വേണം, 25,000 യൂണിറ്റ് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഫണ്ട് വേണോ അതാണ് 25,000 യൂണിറ്റിനെ ബേസ് ചെയ്തിട്ടാ വരിക. ഇനി മെയിൻ്റനൻസിൻ്റെതായാലും അങ്ങനെ തന്നെ വരിക. അപ്പൊ ഈ ബജറ്റിന് നമ്മൾ ലിമിറ്റ് ചെയ്യുന്ന ഫാക്ടർ എന്താണ്, അതാണ് കീ ഫാക്ടർ എന്ന് പറയുന്നത്. ആ കീ ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചെയ്യാം. ഇനി സെയിൽസ് നമുക്ക് എത്രയും ചെയ്യാൻ പറ്റും. പക്ഷേ ചില സ്ഥാപനങ്ങളിൽ കിട്ടുന്ന റോ മെറ്റീരിയൽ, നമുക്ക് ഈ വർഷം റോ മെറ്റീരിയൽ എത്രേ കിട്ടുള്ളൂ, 50,000 യൂണിറ്റ് റോ മെറ്റീരിയൽ കിട്ടുള്ളൂ. സെയിൽസ് നമുക്ക് എത്രയും ചെയ്യാൻ പറ്റും, സ്കെയർ റിസോഴ്സ് ആണ് നമ്മളെ യൂണിറ്റ് റോ മെറ്റീരിയൽ. അപ്പൊ അവിടെ കീ ഫാക്ടർ ഈ റോ മെറ്റീരിയൽ വെച്ചിട്ട് എത്ര സെയിൽ എടുത്താൻ പറ്റും എന്നുള്ളതേ നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ ലിമിറ്റിംഗ് ഫാക്ടർ എന്താണ്, റോ മെറ്റീരിയൽ ആണ്. ഓക്കെ, ഇനി ചിലപ്പോൾ എംപ്ലോയീസ് ആവാം. ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര വേണമെങ്കിലും വർക്ക് എടുക്കാം, പക്ഷെ ഇതിന് പറ്റിയ സ്കിൽഡ് എംപ്ലോയീസ് നമുക്ക് ആകെ കുറച്ചേ ഉള്ളൂ മാർക്കറ്റിൽ. അപ്പൊ ഈ എംപ്ലോയീസിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബജറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ എംപ്ലോയീസിന്റെ അവൈലബിലിറ്റിയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ലിമിറ്റിംഗ് ഫാക്ടർ. അതിനാണ് കീ ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി സെയിൽസ് നമ്മൾ മാർക്കറ്റിൽ ഡിമാൻഡ് എത്രയെന്ന് കണ്ടെത്തി കൺഫേം ആക്കി കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയെല്ലാം ചെയ്യേണ്ടത്. അപ്പൊ അതാണ് കീ ഫാക്ടർ അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫാക്ടർ. ഇനി റോ മെറ്റീരിയൽ ഇത്രേ കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ റോ മെറ്റീരിയൽ ആണ് അവിടുത്തെ ലിമിറ്റിംഗ് ഫാക്ടർ. ക്ലിയർ ആണോ? ഈ ലിമിറ്റിംഗ് ഫാക്ടർ അല്ലെങ്കിൽ കീ ഫാക്ടർ എന്താന്ന് മനസ്സിലായോ? കീ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, കീ ഫാക്ടർ ഒക്കെ എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കാം. കീ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈസ് ഒന്നാണ് വിച്ച് ലിമിറ്റ്സ് ദ ആക്ടിവിറ്റീസ് ഓഫ് എൻ അണ്ടർടേക്കിംഗ്. ഒരു സ്ഥാപനത്തിന്റെ ആക്ടിവിറ്റീസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ലിമിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഫാക്ടറിനാണ് കീ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് കീ ഫാക്ടറിന് എന്താ പറഞ്ഞത്, സെയിൽസ്. നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത് നമ്മുടെ സെയിൽസ് ഡിമാൻഡ് എത്ര ഉള്ളത്, സെയിൽസിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രൊഡക്റ്റിന് ആവശ്യക്കാര്, അപ്പൊ അത് നമ്മൾ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല, കച്ചവടം നടക്കൂല. ഇനി റോ മെറ്റീരിയലിന്റെ കേസ് എടുത്തു, റോ മെറ്റീരിയൽ ഇത്രേ കിട്ടുള്ളൂ, അപ്പൊ നമ്മളെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. കീ ഫാക്ടർ ഈ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഒന്നാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വിച്ച് ലിമിറ്റ്സ് ദ ആക്ടിവിറ്റീസ് ഓഫ് എൻ അണ്ടർടേക്കിംഗ്. അണ്ടർടേക്കിംഗിന്റെ എന്ത് ചെയ്യുന്നുണ്ട്, ആക്ടിവിറ്റീസിന് ലിമിറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എ ഫാക്ടർ, അതൊരു ഫാക്ടർ ആണ് വിച്ച് അഫക്ട് ഓൾ അതർ ബജറ്റ്.
എല്ലാ ബജറ്റുകളെയും അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. Therefore, budget relating to key factor is prepared before other budgets are framed. അപ്പൊ കീ ഫാക്ടറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബജറ്റ് ആണ് ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത്. സെയിൽസ് ആണെങ്കിൽ സെയിൽസിന് ബേസ് ചെയ്തിട്ടുള്ള ബജറ്റ് ആദ്യം സെറ്റ് ചെയ്യണം, എന്നിട്ടേ ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. Therefore, budget relating to key factor is prepared before. സെയിൽസ് ആണെങ്കിൽ സെയിൽസ് ബജറ്റ് ആദ്യം വരികയെന്നാ മനസ്സിലായത്. അതിനനുസരിച്ച് ബാക്കിയുള്ളവർ ഓരോന്ന് ഉണ്ടാക്കും. സെയിൽസ് ബജറ്റ് ആദ്യം പ്രൊഡക്ഷൻ ബജറ്റ് ഉണ്ടാക്കി. എത്ര പ്രൊഡക്ഷൻ നമ്മൾ ചെയ്യും? 50,000 യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്തും. ഇത് കഴിഞ്ഞതിന് ശേഷം സെയിൽസ് ടീം പറഞ്ഞ് നമ്മളെ ഫോർകാസ്റ്റ് അനുസരിച്ച് 30,000 ചെയ്യുന്നുള്ളൂ. പിന്നെ 30,000 യൂണിറ്റ് ആണെങ്കിൽ പിന്നെ എന്തിനാ 50,000 ഉണ്ടാക്കുന്നത്? ഓക്കെ. അപ്പൊ ഏതെന്നെ ആദ്യം ചെയ്യണം? കീ ഫാക്ടറിന്റെ ബജറ്റ് ആദ്യം പ്രിപ്പയർ ചെയ്യണം. Therefore, അത് പറഞ്ഞു. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ലിമിറ്റിംഗ് ഓർ ഗവേണിംഗ് ഓർ പ്രിൻസിപ്പൽ ബജറ്റ് ഫാക്ടർ എന്നും കൂടെ ഇതിന് പേരുണ്ട്. ലിമിറ്റിംഗ് ഫാക്ടർ എന്നും ഗവേണിംഗ് ഫാക്ടർ എന്നും പ്രിൻസിപ്പൽ ഫാക്ടർ ബജറ്റ് ഫാക്ടർ എന്നൊക്കെ ഇതിന് പേരുണ്ട്. കീ ഫാക്ടർ മേ ബി സെയിൽസ് ആവാം, ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. റോ മെറ്റീരിയൽ ആവാം, എക്സാമ്പിൾ പറഞ്ഞതാണ്. ലേബർ ആവാം, എക്സാമ്പിൾ പറഞ്ഞതാണ്. മെഷീനറികൾ എടുത്തോളൂ. ഇത്ര മെഷീനറി നമുക്കുള്ളൂ. എത്ര യൂണിറ്റ് സെയിൽ വന്നിട്ട് എന്താ കാര്യം? ഇത്ര മെഷീനറിക്ക് ഇത്ര ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ മെഷീനറിയാണ് അവിടെ ലിമിറ്റിംഗ് ഫാക്ടർ. ഇനി സാധാരണഗതിയിൽ ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. സെയിൽസ് നമ്മളെ കൺട്രോളിലില്ല. കാരണം എന്താ? സെയിൽസ് മാർക്കറ്റിലെ ഇതിനനുസരിച്ചാ ചെയ്യുക, ഡിമാൻഡ് അനുസരിച്ചാ. അതുകൊണ്ട് തന്നെ അധിക സമയങ്ങളിലും സെയിൽസ് ഈസ് ദ കീ ഫാക്ടർ ഇൻ ആൻ ഇൻഡസ്ട്രി. ഒരു ഇൻഡസ്ട്രിയിലെ കീ ഫാക്ടർ ഏതായിരിക്കും? സെയിൽസ് ആയിരിക്കും. കാരണം ലേബറിനെ നമുക്ക് ഒപ്പിക്കാൻ കഴിയും, മെറ്റീരിയൽ നമുക്ക് വേണ്ട രീതിയിൽ പ്രകൃതിയെ ചൂഷണം ചെയ്തെടുക്കാൻ പറ്റും, മെഷീനറി മാനും ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ സെയിൽസ് നമ്മളോട് കൂടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആരാണോടോ ഗ്രൂപ്പിൽ ഇപ്പൊ വന്ന് ക്ലാസ്സിൽ എന്നൊക്കെ ചോദിക്കുന്നത്? നമ്മൾ 9:30 എന്ന് പറഞ്ഞ ടൈം ഉണ്ടെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ കയറലില്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, അതാണ് അവസ്ഥ. ഇനി ഡിറ്റർമിനേഷൻ ഓഫ് ലെവൽ ഓഫ് ആക്ടിവിറ്റി. ലെവൽ ഓഫ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ലെവൽ ഓഫ് ആൻ ആക്ടിവിറ്റി, ഒരു ബിസിനസിന്റെ നോർമലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലെവൽ ഓഫ് ആക്ടിവിറ്റിയാണ്. അതായത് ഇത്ര യൂണിറ്റ്, അത്തരം കാര്യങ്ങൾ തന്നെ. കീ ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് അതും എന്ത് ചെയ്യാം. ഓക്കെ. അപ്പൊ നോർമൽ ലെവൽ ഓഫ് ആക്ടിവിറ്റി ഇസ് ദ ലെവൽ. നോർമൽ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താ? ലെവൽ ഓഫ് ആക്ടിവിറ്റി ഡിറ്റർമിൻ ചെയ്യാന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിന് ലെവൽ ഓഫ് ആക്ടിവിറ്റി 10,000 യൂണിറ്റ്, ഇത്തരം സാധനങ്ങളൊക്കെ തന്നെ കേട്ടോ. അപ്പൊ നോർമൽ ലെവൽ ഓഫ് ആക്ടിവിറ്റി ഇസ് ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി ദാറ്റ് കമ്പനി ഈസ് എക്സ്പെക്ടഡ് ടു അച്ചീവ് അണ്ടർ പ്രസന്റ് കണ്ടീഷൻ. നിലവിലുള്ള കണ്ടീഷനിൽ കമ്പനി എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ലെവൽ ഓഫ് ആക്ടിവിറ്റിനെയാണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. 10,000 യൂണിറ്റ് ആണെങ്കിൽ 10,000 യൂണിറ്റ് അങ്ങനെയുള്ളതാണ്. അപ്പൊ കീ ഫാക്ടറിനെ ബേസ് ചെയ്തിട്ട് തന്നെ ലെവലും വരാം. This level of activity is essential in production planning because it decides the material and labor requirement. Key factor ne base ചെയ്തിട്ടുള്ള level of activity വരിക. നോക്കുക, കീ ഫാക്ടർ മൊത്തത്തിലാണ്. ലെവൽ ഓഫ് ആക്ടിവിറ്റി ഓരോ സമയത്തുള്ളതിൽ കുറച്ചും കൂടെ സബ്ഡിവൈഡ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ. അപ്പൊ ലെവൽ ഓഫ് ആക്ടിവിറ്റി ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബജറ്ററി കൺട്രോളിന്റെ സ്റ്റെപ്സ്. ഒന്നുകൂടെ ഞാൻ മൊത്തത്തിൽ വായിക്കാം. നോക്കാം. ആദ്യം ബജറ്റ് സെന്റർ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ബജറ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും അതിനുവേണ്ടി സെപ്പറേറ്റ് ബജറ്റ് പ്രിപ്പയർ ചെയ്യും. അങ്ങനെയുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിനെയുമാണ് ബജറ്റ് സെന്റർ എന്ന് പറയാം. പിന്നെ അഡീക്വേറ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് റെക്കോർഡ്സ് നമുക്ക് വേണം, കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടി. ഓരോ ബജറ്റ് സെന്ററിനും വേണ്ട അക്കൗണ്ടിങ് ചാർട്ടുകളൊക്കെ ഇതിൽ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. ഇനി എല്ലാ ആളുകളെയും എഡ്യൂക്കേഷൻ ചെയ്യുക, ട്രെയിനിങ് ചെയ്യുക. അടുത്തത് ഓർഗനൈസേഷൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യണം. ഓർഗനൈസേഷൻ ചാർട്ടിലാണ് ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്, ഏതൊക്കെയാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി, കാര്യങ്ങളൊക്കെ വരിക. ഇനി ബജറ്റ് കമ്മിറ്റി പ്രിപ്പയർ ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക. ബജറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അതായത് ചീഫ് എക്സിക്യൂട്ടീവോ MD ഉണ്ടാവും മെയിനായിട്ട്. അതിന് പുറമെ ബജറ്റ് ഓഫീസേഴ്സും പിന്നെ ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സും വരും. ഇവർക്ക് വേണേ എന്താ? ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് മുഴുവൻ കൊടുക്കുക, അവർക്ക് അസിസ്റ്റ് ചെയ്യുക, അവരെ അഡ്വൈസ് ചെയ്യുക, ജനറൽ പോളിസികൾ ഉണ്ടാക്കുക, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, ഫൈനൽ ഡേറ്റ് കൊടുക്കുക, ബജറ്റ് റിവ്യൂ ചെയ്യുക, ബജറ്റ് അപ്രൂവ് ചെയ്യുക, റെമഡിയൽ ആക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക, മാസ്റ്റർ ബജറ്റ്, മെയിൻ ബജറ്റ് പ്രിപ്പയർ ചെയ്യുക, ബജറ്റിന്റെ സമ്മറികൾ ആവശ്യമുള്ളത് പെട്ടെന്ന് നോക്കാനുള്ള സമ്മറികൾ സെറ്റ് ചെയ്യുക. അടുത്ത ഘട്ടം എന്താണ്? ബജറ്റ് മാനുവൽ പ്രിപ്പയർ ചെയ്യുക. ബജറ്റ് മാനുവൽ എന്ന് പറഞ്ഞാൽ ഈ ബജറ്ററി കൺട്രോളിന്റെ മാഗ്ന കാർട്ടയാണ്, ആ ബേസിക് ഡോക്യുമെന്റ് ആണ്. അതിലാണ് എന്ത് ചെയ്യുക? പിന്നെ കാര്യങ്ങള്, ഒബ്ജക്റ്റീവ് എന്താണ്, കാര്യങ്ങളൊക്കെ. ബജറ്റ് കമ്മിറ്റി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മാഗ്ന കാർട്ടയിലൂടെയാണ് അതെന്ത് ചെയ്യുക? കാര്യങ്ങൾ ചെയ്ത ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ ബജറ്റ്
കമ്മിറ്റി ഇതൊക്കെ ചെയ്യും പറഞ്ഞാൽ എങ്ങനെ ചെയ്യാം? മഗ്ന കാർട്ടയിലൂടെ ചെയ്യും, അതായത് ബജറ്റ് മാനുവലിലൂടെ ചെയ്യും. ഓക്കെ. പിന്നെ ഫിക്സേഷൻ ഓഫ് ബജറ്റ് പീരിയഡ് ഫിക്സ് ചെയ്യണം. കീ ഫാക്ടർ അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫാക്ടർ ഡിറ്റർമിൻ ചെയ്യണം. അതുപോലെ തന്നെ അടുത്തത് കീ ഫാക്ടറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ലെവൽ ഓഫ് ആക്ടിവിറ്റി ഡിറ്റർമിൻ ചെയ്യണം. നമ്മൾ എപ്പോൾ ചെയ്യാൻ പോകുന്ന ലെവൽ ഓഫ് ആക്ടിവിറ്റി എത്ര, അത് നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റെപ്സ്. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ? യെസ്. ഇനി നീഡ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ബജറ്റ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് ബജറ്റ് ആൻഡ് ബജറ്ററി കൺട്രോൾ ഒക്കെ ചോദിച്ചാൽ എഴുതാൻ പറ്റുന്നതാണ്. എന്തിനാണ് നമ്മൾ ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? ബജറ്റ് എന്ന് പറയുന്നത് പ്ലാനിങ്ങിനുള്ള ഒരു ടൂളാണ്, ടൂൾ ഓഫ് പ്ലാനിങ്. ബജറ്റിംഗ് കമ്പൽസ് ദ മാനേജ്മെന്റ് ടു പ്ലാൻ ഫോർ ഫ്യൂച്ചർ. ബജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ്, ബജറ്റ് വേണമെന്ന് പറയുമ്പോഴാണ് എങ്ങനെയാണ് നമ്മൾ പ്ലാനിങ് ഒക്കെ നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റിനെ കമ്പൽ ചെയ്യുന്നുണ്ട് ബജറ്റ് എന്ത്? പ്ലാനിങ്, ഫ്യൂച്ചറിന് വേണ്ടി പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പാസ്റ്റിന് വേണ്ടി എന്തായാലും പ്ലാൻ ചെയ്യൂലല്ലോ. പ്രൊമോട്ട് പ്രോഫിറ്റബിലിറ്റി. എന്തുകൊണ്ടാ പ്രോഫിറ്റബിലിറ്റി? ഒരു ബജറ്റ് നമ്മൾ ചെയ്യുമ്പോൾ വേസ്റ്റേജ് മാക്സിമം ചുരുക്കാൻ പറ്റും. അതുപോലെ തന്നെ എഫിഷ്യൻസി പ്രൊമോട്ട് ചെയ്യും. പ്രൊഡക്ടിവിറ്റിയും പ്രോഫിറ്റബിലിറ്റിയും ഒക്കെ ഇത് പ്രൊമോട്ട് ചെയ്യും. വേസ്റ്റേജ് കുറച്ചാലും എഫിഷ്യൻസി കൂട്ടിയാൽ തന്നെ സ്വാഭാവികമായിട്ടും പ്രോഫിറ്റബിലിറ്റി വരും. അപ്പൊ ഒരു ബജറ്റ് സ്വാഭാവികമായിട്ടും പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം കോസ്റ്റ് കട്ട് ചെയ്യാനൊക്കെ ചെയ്തിട്ടേ ചെയ്യുള്ളൂ. ഇവാലുവേറ്റ് മാനേജീരിയൽ പെർഫോമൻസ്. ഈ ബജറ്റ് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ? മെഷറിംഗ് മാനേജീരിയൽ പെർഫോമൻസ് മെഷർ ചെയ്യാനുള്ള ഒരു ടൂളാണ്, അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ റിസോഴ്സിനൊക്കെ വേണ്ട ഏറ്റവും നല്ല ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ബോത്ത് ഹ്യൂമൻ ആൻഡ് നോൺ ഹ്യൂമൻ റിസോഴ്സസ്. മെഷീൻ ആയാലും മെറ്റീരിയൽ ആയാലും എന്തെന്നായാലും മാൻ ആയാലും അതിനൊക്കെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ, മാക്സിമം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുള്ളതാണ്. പിന്നെ കോർഡിനേഷൻ. എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ആക്ടിവിറ്റികളുടെ ഒരു കോർഡിനേഷൻ ഉണ്ടാവും ബജറ്റിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ. അതെന്താവും? സ്ഥാപനത്തിന്റെ സ്മൂത്ത് റണ്ണിങ്ങിന് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ കൺട്രോളിനുള്ള ഒരു ടൂളാണ്, പ്ലാനിങ്ങിനുള്ള ടൂളാണ്, അതുപോലെ തന്നെ കൺട്രോളിനുള്ള ടൂളാണ്. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് ടൂൾ ടു കൺട്രോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. എന്ത് കൺട്രോൾ ചെയ്യാണ്? ബജറ്റ്, ഫിനാൻഷ്യൽ ബജറ്റ്, ഫണ്ടുകളല്ലേ കാര്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിനെ ബജറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ടൂളാണ്. ത്രൂ ബജറ്ററി കൺട്രോൾ മാനേജ്മെന്റ് ക്യാൻ ഫൈൻഡ് ഔട്ട് ഡീവിയേഷൻ ഫ്രം ദ പ്ലാൻ ആൻഡ് ടേക്ക് റെമഡിയൽ ആക്ഷൻ. അല്ലെ? നമ്മൾ ബജറ്റ് ഇതിനേക്കാളും എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് വന്നു, അതിന് വേണ്ട റെമഡിയൽ ആക്ഷൻസ് ഒക്കെ എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കൺട്രോളിനുള്ള ഒരു മെഷറാണ്. പിന്നെ ബജറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും ആളുകളുടെ ഇടയിൽ. പല ഡിപ്പാർട്ട്മെന്റും പരസ്പരം കണക്റ്റഡ് ആണ് എന്ന് മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വർക്ക് ആവും. കാരണം നമുക്ക് ഓർഗനൈസേഷൻ ചാർട്ട് മറ്റു കാര്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യൂലേ. പിന്നെ മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ. ഇറ്റ് ഫെസിലിറ്റേറ്റ് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ. ഇൻ ദിസ് വേ സേഫ് മാനേജ്മെന്റ് ടൈം ആൻഡ് എനർജി. മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ടൈമും എനർജിയും എന്ത് ചെയ്യാൻ പറ്റും? സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഫെസിലിറ്റേറ്റ് ഡെലിഗേഷൻ. ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഡ്യൂട്ടി മറ്റൊരാളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെലിഗേറ്റ് ചെയ്തു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റെയും പെർഫോമൻസ് മെഷർ ചെയ്യാൻ പറ്റും. ഒരു 5-6 പോയിന്റുകൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കാൻ. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഞാനൊന്ന് ഇതിൽ നോട്ട് ചെയ്ത് തരാം. പ്ലാനിങ്ങിനുള്ള ടൂളാണ് ബജറ്റ്. പ്ലാനിങ്ങിനുള്ള ടൂൾ അല്ലേ? ബജറ്റ് ചെയ്തു കഴിഞ്ഞാൽ കോസ്റ്റും വേസ്റ്റേജും ഒക്കെ കുറച്ച് എഫിഷ്യൻസി കൂട്ടുന്നതുകൊണ്ട് പ്രോഫിറ്റബിലിറ്റി ചെയ്യൂലേ? മാനേജർമാരുടെ മാനേജീരിയൽ പെർഫോമൻസ് എൻഷുർ ചെയ്തൂടെ? റിസോഴ്സസിനെ മാക്സിമം ചൂഷണം ചെയ്യാൻ നമുക്ക് വേണ്ടത് മാക്സിമം നല്ല രീതിയിൽ. ഒപ്റ്റിമം എന്ന് പറഞ്ഞാൽ എന്താ? ബാലൻസ്ഡ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. അത് എൻവയോൺമെന്റിനെയും എല്ലാത്തിനെയും നോക്കിയിട്ട്. അതുപോലെ തന്നെ കൺട്രോളിനുള്ള ടൂളാണ്, കോർഡിനേഷൻ ആണ്. ഈ ആദ്യത്തെ 5-6 പോയിന്റ് തന്നെ എമ്പാടും മതി. കമ്മ്യൂണിക്കേഷൻ വരും. മോട്ടിവേറ്റ് ഉണ്ട് ഇതിന്റെ ഇടയിൽ. മോട്ടിവേറ്റ് എക്സിക്യൂട്ടീവിന് ഗോളൊക്കെ കൊടുക്കുമ്പോൾ അത് അച്ചീവ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു മോട്ടിവേഷൻ വരൂലേ. അങ്ങനെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? 5-6 പോയിന്റുകൾ എന്ത് ചെയ്യുക? എടുത്ത് ചെയ്ത എക്സാമിന് ആവശ്യമുള്ള മാത്രം കൊടുക്കാൻ പാടുള്ളൂ. അനാവശ്യമായിട്ട് ഒരുപാട് പോയിന്റ് എഴുതരുത്. കാരണം നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ഒരുപാട് അറ്റൻഡ് ചെയ്യാനുണ്ട്. ഓക്കെ. ആദ്യത്തെ ഇതിൽ 25 മാർക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, 15 ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ. ഓരോ ടൈമും 13 ക്വസ്റ്റ്യൻ എഴുതി അത് കഴിഞ്ഞു. ഇനി അതിനുശേഷം അപ്പൊ ഈ 13 ക്വസ്റ്റ്യൻ ഒരുപാട് നേരം എടുക്കുന്നതിന് പകരം അതിലൊക്കെ ഒരു മിനിമം ടൈം എടുത്തിട്ട് 14ഉം 15ഉം കൂടെ എഴുതി കഴിഞ്ഞാൽ അതിന്റെ 2 മാർക്കും കൂടെ കിട്ടും. ഒരിക്കലും 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആരും 2 മാർക്ക് നോർമലി ഇടൂല. അപ്പൊ നിങ്ങൾ 15 എഴുതിയാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ? ഒരു 22-23 എത്തുള്ളൂ. ആർക്കും തിയറിക്ക് ഫുൾ മാർക്ക് തരാൻ മൂടുണ്ടാവില്ല, അത് എന്തൊക്കെ ആയാലും. ഓക്കെ. ഇനി ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബജറ്ററി കൺട്രോൾ ആണ്, അതിന്റെ പോരായ്മകൾ. ഇത് ബജറ്റ് എന്താണ്?
എസ്റ്റിമേറ്റും ഫോർകാസ്റ്റും ആണ്. എസ്റ്റിമേറ്റും ഫോർകാസ്റ്റിനുള്ള പോരായ്മകളൊക്കെ വരും. എസ്റ്റിമേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന് തെറ്റ് സംഭവിക്കാം, അക്യൂറേറ്റ് ആയിക്കൊള്ളണം എന്നില്ല. എസ്റ്റിമേറ്റും ഫോർകാസ്റ്റിനുള്ള പോരായ്മ ബജറ്റിനെ സംഭവിക്കും. അത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് എന്ന് കരുതി, നിങ്ങൾ വീടൊക്കെ എടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മൾ എന്ത് പണി പറഞ്ഞാലും ആ ഒരു 10,000 ഒക്കെ ആവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 15,000 കരുതും. കാരണം എന്താ, നമ്മൾ അറിയാത്ത അൺഫോർസീൻ എക്സ്പെൻസസ് സ്വാഭാവികമായിട്ടും വരും. അതുകൊണ്ട് തന്നെ ബജറ്റിനും അത്തരം സാധനങ്ങൾ എന്ത് ചെയ്യാം, സംഭവിക്കാം. ബജറ്റ് എസ്റ്റിമേറ്റും ഫോർകാസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ്, അത് ഫ്യൂച്ചർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഒരു എസ്റ്റിമേറ്റിനും ഫോർകാസ്റ്റിനും എന്തൊക്കെ പോരായ്മകൾ ഉണ്ടോ അതൊക്കെ ബജറ്റിനെയും ബാധിക്കും. ഓക്കെ. റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ ബജറ്റ് ഓൾറെഡി നമ്മൾ ഒരു എന്ത് വെച്ചിട്ടുണ്ട്, ഒരു കൺട്രോൾ വെച്ചിട്ടുണ്ട്, എക്സ്പെൻസിന് ഇത്ര, മറ്റേന് ഇത്ര. അതുകൊണ്ട് തന്നെ നമ്മളൊരു കൺട്രോൾ നല്ല പിടിച്ചു വെക്കുന്ന, റിവൈസ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. റിവിഷൻ മസ്റ്റ് ബി മെയ്ഡ് ഇൻ ടൈം ഇൻ ദ ലൈറ്റ് ഓഫ് ചേഞ്ചിങ് കണ്ടീഷൻസ്. പക്ഷെ നമ്മൾ ഫ്ലെക്സിബിൾ ബജറ്റിന് ആ ഒരു പ്രശ്നമില്ല കേട്ടോ. ഫ്ലെക്സിബിൾ അല്ലാത്ത ബജറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, റിജിഡ് ആയിട്ടുള്ള ബജറ്റാണ് നമ്മളെ ബുദ്ധിമുട്ടാക്കുക. ടെൻഡ് ടു ബ്രിങ് അബൌട്ട് റിജിഡിറ്റി ഇൻ കൺട്രോൾ. നമ്മളിപ്പം എക്സ്പെൻസ് ഇതിനുള്ളിൽ 10,000-ത്തിനുള്ളിൽ എക്സ്പെൻസ് പിടിച്ചു വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 10,000-ക്ക് എത്തിയില്ലെങ്കിൽ ഇപ്പൊ ഒന്നും വേണ്ട, വീട്ടിലെ കറണ്ട് ബില്ലുകളോട് വീട്ടിലെ ആള് എന്ത് പറഞ്ഞു, 500 രൂപന്റെ മുകൾക്ക് കറണ്ട് ബില്ല് പോകരുത് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ മീറ്റർ ഇടക്കിടക്ക് നോക്കി ലാസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മള് 500-ന്റെ മേലേക്ക് പോയി കഴിഞ്ഞാൽ ആള് ചീത്ത പറയുന്നു കരുത്. 500 ചെറിയ എമൗണ്ട് ആട്ടോ, ഞാൻ പറയാം. 5,000-6,000 ഒക്കെയാണ് ബില്ല് ഇപ്പോ. ഓക്കെ. അപ്പം ഇതിന്റെ 500 ഒഴിവാക്കാം, ഞാനൊരു 3,000 എടുക്കുന്നുണ്ട്, ഇത് റീസണബിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ AC ഒക്കെ ഇട്ട് ഇങ്ങനെ പോവാണ്. മാസം ഒരു 20-ാം തീയതി 20 ദിവസം അല്ലെങ്കിൽ 60 ദിവസത്തിനല്ലേ കറണ്ട് ബില്ല് വരിക. ഒരു 40 ദിവസം ആകുമ്പോൾ നമ്മൾ വന്ന് നോക്കുമ്പോൾ ഏകദേശം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും KCBന്റെ കാൽക്കുലേറ്റർ വെച്ചിട്ട്. അപ്പൊ 2,000 ആയിട്ടുണ്ട്. ഇനി 20 ദിവസം ഓടാനുണ്ട്. അപ്പൊ നമ്മൾ ഇനി ലേറ്റ് ഇടലൊക്കെ കുറക്കും. AC ആദ്യം തണുപ്പിച്ചിട്ട് പിന്നെ AC ഓഫാക്കി കിടക്കും. അപ്പൊ അവിടെ നമ്മൾ എന്തുണ്ട്, കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു റിജിഡിറ്റി അവിടെ കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് ലൂസായിട്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ പ്രശ്നങ്ങൾ ബജറ്റിനുണ്ട്. സക്സസ് ഡിപ്പെൻഡ് അപ്പോൺ സപ്പോർട്ട്. സക്സസ് എന്ത് വേണം, ഈ മാനേജേഴ്സിന്റെയും സബോർഡിനേറ്റിന്റെ ഇടയിലുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. അത് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നുണ്ട്. കാരണം എപ്പോഴും അങ്ങനെ എന്ത് ചെയ്യൂല, ഈ സക്സസ് ഇല്ലെങ്കിൽ ഇത് വർക്ക് ആവൂല എന്നുള്ളത് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എണ്ണുന്നുണ്ട്. സക്സസ് ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാനേജറും എംപ്ലോയീസും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് വർക്ക് ആവില്ല. അതൊരു പോരായ്മയാണ്. ഓൺലി ടൂൾ ഓഫ് മാനേജ്മെന്റ്. ബജറ്റ് ഒരു മാനേജ്മെന്റിന്റെ ടൂൾ ആണ്, നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ മാനേജ്മെന്റ്. മാനേജ്മെന്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. മാനേജ്മെന്റ് അവിടെ എപ്പോഴും വേണം. ബജറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് മാനേജ്മെന്റിന് പണിയെടുക്കാതെ നിൽക്കാൻ പറ്റുമോ? പറ്റൂല. ഓക്കെ. ഇത് ജസ്റ്റ് ഹെൽപ്പ് മാനേജ്മെന്റ് ഇൻ ക്യാരി ഔട്ട് ഡിസിഷൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു കാര്യം ഡീമെറിറ്റ് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് പല ഡീമെറിറ്റും അത്ര ഉൾക്കൊള്ളാനൊന്നും കഴിയൂല. കാരണം നമുക്കൊരു 5-6 ഡീമെറിറ്റ് വേണം. അതിന് നമ്മൾ എന്ത് ചെയ്യാണ്, പലതും ചെയ്യാണ്. എക്സ്പെൻസീവ് ആണ് ബജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ. എക്സ്പെൻസീവ് ആണ്, കാരണം അതിന്റെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യണം, ഇതിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ട് തന്നെ സ്മോൾ കൺസേൺ ഇത് എന്ത് ചെയ്യാൻ പറ്റൂല, അഫോർഡ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഒരു പോരായ്മ ഉണ്ട്. കണ്ടിന്യൂസ് ഇവാലുവേഷൻ വേണം. ബജറ്റാണ് ഇട്ട് വെച്ചെന്ന് എഴുതിയോണ്ട് ബജറ്റ് എന്ത് ചെയ്യില്ല, സക്സസ്ഫുൾ ആവില്ല. അല്ല, ബജറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ നടത്തി ആക്ച്വൽ പെർഫോമൻസ് ആയിട്ട് ഇത് കമ്പയർ ചെയ്യണം. ഇൻഎഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം, വിലയിരുത്തി കഴിയണം. ബജറ്റിംഗ് വിൽ ഹൈഡ് ഇൻഎഫിഷ്യൻസീസ്. അതർവൈസ് നമ്മൾ കണ്ടിന്യൂസ് ഇവാലുവേഷൻ നടത്തിയില്ലെങ്കിൽ ഇൻഎഫിഷ്യൻസി ഒക്കെ അതിൽ എന്ത് ചെയ്യും, മിസ് ആയി പോകും. ടൈം കൺസ്യൂമിംഗ് ആണ് ഇത്. നല്ല ഫുൾ ടൈം പ്രോസസ് ആയതുകൊണ്ട് തന്നെ ടൈം കൺസ്യൂമിംഗ് ആണ്. പിന്നെ എംപ്ലോയിന്റെ അടുത്ത് നിന്നുള്ള റെസിസ്റ്റൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇൻഎഫിഷ്യന്റ് എക്സിക്യൂട്ടീവ് വർക്കേഴ്സ് മേ ഓപ്പോസ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ബജറ്ററി കൺട്രോൾ. ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകൾ, എംപ്ലോയീസിന് എപ്പോഴും ചേഞ്ചസ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, റെസിസ്റ്റൻസ്. ഒരു ചേഞ്ച് നമ്മൾ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ എംപ്ലോയീസിന് അവരുടെ ഭാഗത്തു നിന്ന് ഇതിന്റെ റെസിസ്റ്റൻസ് നല്ലോണം ഉണ്ടാവും. ഓക്കെ. കുറച്ച് പിന്നെ പോരായ്മകൾ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഡിസഡ്വാൻറ്റേജുകൾ എന്താണ്, എസ്റ്റിമേറ്റും ഫോർകാസ്റ്റിനും ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ എസ്റ്റിമേറ്റും ഫോർകാസ്റ്റും അക്യൂറേറ്റ് ആവാൻ സാധ്യതയില്ല. അങ്ങനെ അക്യൂറേറ്റ് ആവില്ലെങ്കിൽ ബജറ്റിനും അക്യൂറേസിന്റെ പ്രശ്നം ഉണ്ടാവും. പിന്നെ റിജിഡിറ്റി ആണ്. കൺട്രോളിലൊക്കെ നല്ല റിജിഡ് ആയിട്ടുള്ള ഒരു എന്താണ്, നമ്മളൊരു നാരോ രീതിയിലായിരിക്കും കാര്യങ്ങൾ കൊണ്ടുപോവുക. അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. റിവിഷൻ ചെയ്തോളണമെന്നില്ല. പ്രത്യേകിച്ച് ഫ്ലെക്സിബിൾ ബജറ്റ് അല്ലെങ്കിൽ റിവിഷൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഡിപ്പെൻഡ് അപ്പോൺ സപ്പോർട്ട്. സബോർഡിനേറ്റിന്റെയും പറ്റിയൊക്കെ സപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടേ ബജറ്റ് സക്സസ്ഫുൾ ആവുള്ളൂ. അതുകൊണ്ട് തന്നെ സപ്പോർട്ട് വേണം എന്നുള്ളത് എന്താണ്, സപ്പോർട്ട് ഇല്ലെങ്കിൽ പ്രശ്നമാണെന്നുള്ളത് ഇതിന്റെ ഒരു പോരായ്മയാണ്. പിന്നെ മാനേജ്മെന്റിന്റെ ഒരു ടൂളാണ്, അല്ലാതെ എന്തല്ല. ഈ ബജറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാനേജ്മെന്റിന് മാറിക്കാൻ കഴിയൂല.
മാനേജ്മെന്റ് ഫുൾ ടൈം അവിടെ വേണം. എക്സ്പെൻസീവ് ആണ്, ചെറിയ സ്ഥാപനങ്ങൾക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റൂല. കണ്ടിന്യൂസ് ഇവാലുവേഷൻ നിർബന്ധമാണ് ബജറ്റിന്. ടൈം കൺസ്യൂമിംഗ് ആണ്, എംപ്ലോയീസിന്റെ അടുത്ത് നിന്ന് റെസിസ്റ്റൻസ് ഉണ്ടാവും എന്നുള്ളതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇത്രയാണ് തിയറി ഭാഗങ്ങൾ. ബാക്കി ഇനിയുണ്ട്. നമുക്ക് 2 മിനിറ്റ് റെക്കോർഡിംഗ് ഓൺ ആക്കിയിട്ടുണ്ട്. ബാക്കി അടുത്തതിലേക്ക് പോവാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ബജറ്റ് ആണ്. ബജറ്റിന്റെ ക്ലാസിഫിക്കേഷൻ ഞാൻ ഇന്ന് നൈറ്റും കൂടെ നമുക്ക് ഒരു അരമണിക്കൂർ പിടിച്ചൂടെ? കുറച്ച് ഇന്ന് ക്ലാസ് ഉണ്ടോ നിങ്ങളൊന്ന് പറയാനുണ്ടോ? ഇന്ന് 7 to 8 പറ്റുമോ ഒന്ന് പറഞ്ഞേ. 7 to 8 7 to 8ന്റെ അവസ്ഥ എന്താ? 7 to 8 ഉണ്ടാവാൻ ചാൻസ് ഇല്ല. മിസ് വെക്കുകയാണെങ്കിൽ എന്നാ ഞാൻ എന്താ വെച്ചാൽ ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ബജറ്റും ഈ ഫ്ലെക്സിബിൾ ബജറ്റും ഒക്കെ ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിന് അത്യാവശ്യമുണ്ട്. ക്യാഷ് ബജറ്റ് ഇത് ഇവിടെ തീർത്തതിന് ശേഷം നമ്മൾ ഇവിടെ സീറോ ബേസ്ഡ് ബജറ്റിംഗ് ഉണ്ട്. ഇത് മാത്രമേ ഇതിൽ റീസെന്റ് ട്രെൻഡിൽ പറയാനുള്ളൂ. ഇത് നൈറ്റ് വെക്കാൻ എഴുതിക്കുക, അത് കുറച്ചേ ഉണ്ടാവുള്ളൂ. എന്നാ പിന്നെ ഇന്നത്തതോട് കൂടെ സീറോ ബേസ്ഡ് ബജറ്റ് ഇത്ര പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, കഴിയും. അത് മാത്രം നമുക്ക് ബാക്കി വെക്കാം. എല്ലാം കൂടെ ഇന്ന് കഴിയൂല, അതുകൊണ്ടാണ്. അത് എന്നിട്ട് നൈറ്റോട് കൂടെ ഇന്നത്തെ ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, തീർക്കാം. ഓക്കെ, ഇനി ക്ലാസിഫിക്കേഷനിലേക്ക് പോവാണ് കേട്ടോ. ഇത് ക്ലാസിഫിക്കേഷൻ ഈ 4 വലിയ ബുദ്ധിമുട്ടില്ല, 3 ഇത് പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. സിമ്പിൾ ആയിട്ട് കഴിയും. സിമ്പിൾ ആണ്, റിസ്ക് ഇല്ലാത്തതാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ബജറ്റ്. ബജറ്റിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ബജറ്റിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ 3 രീതിയിലാണ് ചെയ്യുന്നത്. ഒന്ന് ടൈം ഫാക്ടറിന്റെ അടിസ്ഥാനത്തിൽ, മറ്റൊന്ന് ഫ്ലെക്സിബിലിറ്റിന്റെ അടിസ്ഥാനത്തിൽ, മറ്റൊന്ന് ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, അപ്പൊ ഇത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. 5 മാർക്സിന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രതീക്ഷിക്കാം. 5 മാർക്സിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ്. PYQസും കൂടെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് ഇമ്പോർട്ടന്റ് ഏതാണ് സെപ്പറേറ്റ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ടൈം ഫാക്ടറിന്റെ അടിസ്ഥാനത്തിൽ വരുമ്പം 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ലോങ് ടൈം ബജറ്റ്. ലോങ് ടൈം ബജറ്റ് എന്ന് പറഞ്ഞാൽ 5 to 10 ഇയേഴ്സ് ഒക്കെ വരുന്നതാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബജറ്റ് ആണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ ബജറ്റ് ഒക്കെയാണ് ഇതിന് എക്സാമ്പിൾ. ഓക്കെ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നമ്മൾ എത്ര ചെലവാക്കണം, മറ്റു കാര്യങ്ങളൊക്കെ വരുന്നതാണ് ലോങ് ടൈം ബജറ്റ്. ദീസ് ബജറ്റ് ആർ റിലേറ്റഡ് ടു പ്ലാനിങ് ദ ഓപ്പറേഷൻ ഓഫ് എ ഫേം ഫോർ എ പീരിയഡ് ഓഫ് 5 to 10. സ്ഥാപനത്തിന്റെ ഓപ്പറേഷൻസിന് പ്ലാൻ ചെയ്യുക എത്ര വർഷത്തേക്ക്, 5 മുതൽ 10 വർഷം വരെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ലോങ് ടൈം ബജറ്റ് ആണ്. ഇനി ഷോർട്ട് ടൈം ബജറ്റ് ഉണ്ട്. ഷോർട്ട് ടൈം ബജറ്റ് പറഞ്ഞാൽ യൂഷ്വലി ഫോർ എ പീരിയഡ് ഓഫ് 1 or more 2 years. ഇതിനാണ് ഷോർട്ട് ടൈം ബജറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ക്യാഷ് ബജറ്റ്, മെറ്റീരിയൽ ബജറ്റ് ഒക്കെ. ഇനി കറന്റ് ബജറ്റ് ഉണ്ട്. അതെന്താണ്? ഈ ഷോർട്ട് ടൈം ബജറ്റിന്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള മന്തിനൊക്കെ നമ്മൾ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, കറന്റ് ബജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ലോങ് ടൈം എന്ന് പറഞ്ഞാൽ 5 മുതൽ 10 വർഷത്തേക്ക് വരെ ചെയ്യുന്നത്. ഷോർട്ട് ടൈം എന്ന് പറഞ്ഞാൽ 2 to 3 years, 1 to 3 years, 1 to 2 years ഒക്കെ ചെയ്യുന്നത് ഷോർട്ട് ടൈം. കറന്റ് ബജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഷോർട്ട് ടൈമിനെ വീണ്ടും എന്ത് ചെയ്യും, ഒന്ന് ഇതെഴുത് 1 മാസത്തേക്ക് 2 മാസത്തേക്കൊക്കെ ചെയ്യുന്നതിന് കറന്റ് ബജറ്റ് എന്നും പറയും. ഓക്കെ, ഇതാണ് 3. സിമ്പിൾ അല്ലേ? ലോങ് ടൈം 5 to ഓപ്പറേഷൻസിനെ നമ്മൾ പ്ലാൻ ചെയ്യാം 5 to 10. ഇതെന്താണ്? ദീസ് ബജറ്റ് ഡ്രോൺ യൂഷ്വലി ഫോർ എ പീരിയഡ് ഓഫ് 1 to 2 years. ക്യാഷ് ബജറ്റ് പോലെ. കറന്റ് ബജറ്റ് എന്ന് പറഞ്ഞാൽ 1 മന്തിന് 1 വീക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് കറന്റ് ബജറ്റ്. ഓക്കെ, ഇനി ഫ്ലെക്സിബിലിറ്റിന്റെ അടിസ്ഥാനത്തിൽ അത് ഓക്കെ അല്ലേ? മറ്റേ ഓക്കെ ആണോ? ഒന്ന് കമന്റ് ചെയ്യും, എന്നിട്ട് അടുത്തേക്ക് പോവാം. യെസ്, ഇനി ഫ്ലെക്സിബിലിറ്റിന്റെ അടിസ്ഥാനത്തിൽ എന്താണ്? ഫ്ലെക്സിബിൾ ബജറ്റും ഉണ്ട്, ഫിക്സഡ് ബജറ്റും ഉണ്ട്. ഫ്ലെക്സിബിൾ ബജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ റിവൈസ് ചെയ്യുന്ന ബജറ്റിനെയാണ്, മാറ്റം വരുത്താൻ പറ്റുന്ന ബജറ്റാണ്. ഫിക്സഡ് ബജറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചേഞ്ചും ഉണ്ടാവില്ല. അങ്ങനത്തെ ബജറ്റിനാണ് ഫിക്സഡ് ബജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഫ്ലെക്സിബിൾ ബജറ്റ് പറഞ്ഞാൽ ഡൈനാമിക്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ബജറ്റാണ്. എ ബജറ്റ് ഡിസൈൻഡ് ടു ചേഞ്ച് അക്കോർഡിംഗ് ടു with level of activity or actually attained. Level of activity actually attained. നമുക്ക് ലെവൽ ഓഫ് ആക്ടിവിറ്റി നമ്മൾ ബജറ്റ് ചെയ്തത് 10,000 യൂണിറ്റിനുള്ള ബജറ്റാണ്. ഓക്കെ, നമുക്ക് ഒരു പക്ഷേ ചിലപ്പോൾ 12 ആയിട്ടുണ്ടാവും. 12 ആയിട്ടുണ്ടെങ്കിൽ ആ 12,000 സെയിൽസിന്റെ ലെവൽ ഓഫ് ആക്ടിവിറ്റി നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ചേഞ്ചസ് കൊണ്ടുവരുന്ന ബജറ്റിനാണ് നമ്മൾ എന്താ പറയുക, ചേഞ്ചസ് കൊണ്ടുവരുന്ന ബജറ്റിനാണ് നമ്മൾ എന്താ പറയുക, ഫ്ലെക്സിബിൾ ബജറ്റ് എന്ന് പറയാം. ഇറ്റ് ഷോസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ഓഫ് ഡിഫറെന്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഡിഫറെന്റ് ലെവൽ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8,000 യൂണിറ്റിന് എത്ര കോസ്റ്റ് വരും എന്ന് ഉണ്ടാവും. അതിൽ 10,000 യൂണിറ്റിന് എങ്ങനെ കോസ്റ്റ് വരാന്നുണ്ടാവും. ഇനി 12,000 യൂണിറ്റിന് എങ്ങനെയെന്നുണ്ടാവും. അപ്പൊ ഇതിനെ നമുക്ക് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി ഉപയോഗിക്കുക. അങ്ങനെയുള്ള ബജറ്റിനാണ് ഫ്ലെക്സിബിൾ ബജറ്റ്. ഇൻ ഫ്ലെക്സിബിൾ ബജറ്റ് കോസ്റ്റ് ആർ അനലൈസ്ഡ് അക്കോർഡിംഗ് ടു ബിഹേവിയർ സച്ച് ആസ് ഫിക്സഡ് ആൻഡ് വേരിയബിൾ.
ഫ്ലെക്സിബിൾ ബജറ്റ് ആൾസോ കോൾഡ് വേരിയബിൾ ഓർ സ്ലൈഡിംഗ് സ്കെയിൽ ബജറ്റ് എന്നൊക്കെ അതിന് പേരുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫറെന്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ടിന് വെവ്വേറെ ബജറ്റുകൾ സെറ്റ് ചെയ്ത് ഒറ്റ ബജറ്റിൽ തന്നെ ഡിഫറെന്റ് ലെവലിന് വെവ്വേറെ കാണിച്ച് ചെയ്യുന്നതിനാണ് ഫ്ലെക്സിബിൾ എന്ന് പറയാം. ഡിഫറൻസ് കാണുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി വരും. ഫിക്സഡ് ബജറ്റ് ഈസ് എ ബജറ്റ് വിച്ച് ഈസ് ഡിസൈൻഡ് ടു റിമെയിൻ അൺചേഞ്ച്ഡ് ഇർറെസ്പെക്റ്റീവ് ഓഫ് ലെവൽ ഓഫ് ആക്ടിവിറ്റി അറ്റൈൻഡ്. എന്തൊക്കെയാണ് നമ്മുടെ ലെവൽ ഓഫ് ആക്ടിവിറ്റി എന്നുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുത്തത് നമ്മൾ മാറൂല, ചേഞ്ച് ചെയ്യൂല. അപ്പൊ ചേഞ്ച് ആയി നിൽക്കുന്നതിന്, ഡൈനാമിക് ആയി നിൽക്കുന്നതിന് ഫ്ലെക്സിബിൾ ബജറ്റ് എന്നും, റിമെയിൻ അൺചേഞ്ച്ഡ് ചേഞ്ച് ആവാതെ നിൽക്കാതെ ഇറസ്പെക്റ്റീവ് ഓഫ് ലെവൽ ഓഫ് ആക്ടിവിറ്റി അറ്റൈൻഡ്, നമ്മുടെ ലെവൽ ഓഫ് ആക്ടിവിറ്റി മാറിയാലും നമ്മുടെ കോസ്റ്റ് ചേഞ്ച് ആവൂല എന്നുള്ള രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിനാണ് ഫിക്സഡ് ബജറ്റ് എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഡസന്റ് ചേഞ്ച് വിത്ത് ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ വൺ ലെവൽ ഓഫ് ആക്ടിവിറ്റി ഫോർ എ ഡെഫിനിറ്റ് പീരീഡ്. നമ്മൾ ഫ്ലെക്സിബിൾ ബജറ്റിൽ എന്തുണ്ടാക്കും, 8000 യൂണിറ്റിന് എങ്ങനെ വരികയെന്നും 10000 യൂണിറ്റിന് എങ്ങനെ വരികയെന്നും 12000 യൂണിറ്റിന് വരിക, ഇങ്ങനെ 3 ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് ഉള്ളത് എന്ത് ചെയ്യും. എന്നാൽ ഫിക്സഡ് ബജറ്റിൽ ആകെ നമ്മൾ 10000 യൂണിറ്റിന് ഇത്ര വരിക, ഇതിന്റെ കോസ്റ്റ് എങ്ങനെയാണോ ആ രീതിയിൽ, ഇതിൽ ഇനി ഒരു മാറ്റം നമ്മൾ എന്ത് ചെയ്യൂല, നടത്തൂല. 12000 യൂണിറ്റ് നമ്മൾ സെയിൽ വരുന്നുണ്ട് കൂട്ടാ, നമ്മൾ സെയിൽ ചെയ്യൂല, ഈ 10000-നുള്ളത് നമ്മൾ ചെയ്യുള്ളൂ. സാധാരണ ഫിക്സഡ് ബജറ്റ് അങ്ങനെ ഉപയോഗിക്കൂല കേട്ടോ. ദിസ് ടൈപ്പ് ഓഫ് ബജറ്റ് ഈസ് എപ്പോഴാണെന്ന് വെച്ചാൽ മാക്സിമം എല്ലാ എക്സ്പെൻസും ഫിക്സഡ് എക്സ്പെൻസ് ആണെങ്കിൽ മാത്രമേ ഇതിനെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് 8000 യൂണിറ്റ് ഉണ്ടാക്കിയാലും നമ്മുടെ ചെലവൊക്കെ ഫിക്സഡ് ചെലവാണ്. 10000 ആണെങ്കിലും അത് ഫിക്സഡ് ആണ്, 12000 ആയാലും ഫിക്സഡ് ആണ്. എല്ലാ എക്സ്പെൻസും ഫിക്സഡ് എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഫിക്സഡ് ബജറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, വേരിയബിൾ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റൂല. ഇറ്റ് ഈസ് ആൾസോ കോൾഡ് സ്റ്റാറ്റിക് ബജറ്റ്. ഇതിന് മറ്റൊരു പേരെന്താണ്, സ്റ്റാറ്റിക് ബജറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ലെവൽ എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്, ഫ്ലെക്സിബിൾ ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ലെവൽ ഓഫ് ആക്ടിവിറ്റി ചേഞ്ച് ആകുന്നതിനനുസരിച്ച്, ചേഞ്ച് ആയാൽ ഇതും എന്താവും, ചേഞ്ച് ആവും, ഫ്ലെക്സിബിൾ. എന്നാൽ ഫിക്സഡ് എന്ന് പറഞ്ഞാൽ ലെവൽ ഓഫ് ആക്ടിവിറ്റി ചേഞ്ച് ആയാലും ആയില്ലെങ്കിലും നമ്മളത് റിമെയിൻ അൺചേഞ്ച്ഡ്, ചേഞ്ച് ആവാതെ നിൽക്കും. ഇങ്ങനത്താണ് എന്ത് പറയുന്നത്, ഫിക്സഡ് ബജറ്റ് എന്ന് പറയുന്നത്. ഇതാ രണ്ടും തമ്മിലുള്ള മാറ്റം. ഈ രണ്ടുള്ള ഡിഫറൻസ് ഇവിടെ കാണുന്നുണ്ട്. ഫിക്സഡ് ബജറ്റ് എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ അസംപ്ഷൻ ദാറ്റ് ബിസിനസ് കണ്ടീഷൻ ഡു നോട്ട് ചേഞ്ച്. നമ്മുടെ കണ്ടീഷൻ ചേഞ്ച് ആവാനൊന്നും പോകുന്നില്ല. നമുക്ക് ആകെയുള്ള ഒരു കോൺട്രാക്ട്, വിദേശത്ത് നിന്ന് ഒരു കോൺട്രാക്ട് കിട്ടീന്, അവർക്ക് വേണ്ടിയിട്ട് 10000 യൂണിറ്റ് എല്ലാ വർഷവും കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ കണ്ടീഷൻ. അത് എന്തൊക്കെ വന്നാലും അവർ 10000 നമ്മൾ എടുത്തുനിന്ന് വാങ്ങും. അപ്പൊ ഇതിന് നമ്മൾ ഇനി എന്ത് ചെയ്യണ്ട, ഇത് നമ്മുടെ കാര്യങ്ങൾ എന്താ, ഫിക്സ്ഡാ, ഒരിക്കലും മാറാൻ പോകുന്നില്ല. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഫിക്സഡ് ബജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. കമ്പാരിസൺ ബിറ്റ്വീൻ ആക്ച്വൽ ആൻഡ് ബജറ്റ് കോസ്റ്റ് നോട്ട് പോസിബിൾ. അങ്ങനെ ചെയ്യാൻ പറ്റൂല. കാരണം എന്താ, എന്തെങ്കിലും മാറ്റം വന്ന ആ മാറ്റം നമ്മൾ ഇതിൽ കാണിക്കുന്നില്ലോ, പോസിബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. ഒരു പരിധി വരെ പോസിബിൾ അല്ല. ഇവിടെ നോക്കാം, ബേസ്ഡ് ഓൺ അസംപ്ഷൻ ദാറ്റ് ബിസിനസ് കണ്ടീഷൻ ചേഞ്ച് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ലെവൽ ഓഫ് ആക്ടിവിറ്റികൾ ഓരോന്നിനനുസരിച്ചുള്ള വെവ്വേറെ 3ഓ 4ഓ കണക്ക് നമ്മൾ ഇവിടെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇനി ലെവൽ ഓഫ് ആക്ടിവിറ്റി മാറുന്നതുകൊണ്ട് തന്നെ ഓരോന്നും കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആക്ച്വലും ബജറ്റും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പാരിസൺ എളുപ്പമാണ്. ഈ ഒരു പോയിന്റ് ഒരു പരിധി വരെ ഓക്കെയാണ് കേട്ടോ. തീരെ കമ്പാരിസൺ നടക്കൂല എന്നല്ല, വേണ്ട രീതിയിൽ എല്ലാ കമ്പാരിസണും കൂടി നടക്കൂല എന്നുള്ള രീതിയിൽ എടുക്കാൻ പറ്റുള്ളൂ. കോസ്റ്റ് ആർ നോട്ട് ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു വേരിയബിലിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ക്ലാസിഫൈ ചെയ്യുന്നില്ല. കാരണം ഇവിടെ ഇത് എപ്പോഴേ വർക്ക് ആവുള്ളൂ, കോസ്റ്റ് മുഴുവൻ ഫിക്സഡ് ആയിട്ടുള്ള കോസ്റ്റ് ആയാലേ. എത്ര ലെവൽ ഓഫ് ആക്ടിവിറ്റി ഉണ്ടെങ്കിലും നമ്മുടെ റെന്റ് മാറൂല. എത്ര ലെവൽ ഓഫ് ആക്ടിവിറ്റി ആണെങ്കിലും എംപ്ലോയീസിന്റെ സാലറി മാറൂല. ഇത്തരം സാഹചര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവിടെ വേരിയബിൾ ഫാക്ടർ ഇല്ല, ഫിക്സഡ് ഫാക്ടർ മാത്രമേ ഉള്ളൂ. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വേരിയബിലിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഫിക്സഡ് ആണ്, മറ്റത് വേരിയബിൾ ആണ്, ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇനി ഒരു സ്പെസിഫിക് ലെവൽ ഓഫ് ആക്ടിവിറ്റി 10000 യൂണിറ്റ് ആണെങ്കിൽ 10000 യൂണിറ്റിന് വേണ്ടി മാത്രമേ ഇത് പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. എന്നാൽ ഫ്ലെക്സിബിൾ ബജറ്റ് ഡിഫറെന്റ് ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് 10000-നും 8000-നും 7000-നും 10000 യൂണിറ്റ് സെയിൽ ചെയ്യാനാണെങ്കിൽ അതിനു വേണ്ടി നമുക്ക് വരുന്ന കോസ്റ്റ് ഇത്രയാണ്. 12000-ന് വരുന്ന കോസ്റ്റ് ഇങ്ങനെ 3ഓ 4ഓ ലെവൽ ഓഫ് ആക്ടിവിറ്റിയിൽ കാണിക്കും. ഇത് കൺട്രോൾ ചെയ്യാനോ പ്രൈസ് ഫിക്സേഷനോ ഒന്നും ഉപയോഗിക്കാൻ പറ്റൂല. പക്ഷെ ഇത് അതിനൊക്കെ പറ്റും. കാരണം എന്താ, മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റം സംഭവിക്കാവുന്നതാണ്. ഇത് ഒരൊറ്റ നിലവിലുള്ള കണ്ടീഷൻ ഒരു ചേഞ്ചും വരൂല എന്ന അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടെ അവർക്കൊരു പ്രൈസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അതൊന്നും മാറ്റി കളിക്കണ്ട. കാരണം ഈ ഞാൻ പറഞ്ഞല്ലോ, ഒരു കമ്പനിക്ക് 10000 യൂണിറ്റ് ഒരു വർഷം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രാക്ട് കിട്ടിക്കണേ. അപ്പൊ അതിന് ഓൾറെഡി എല്ലാ കാര്യങ്ങളും ഫിക്സ്ഡാ. പ്രൈസ് എത്രയേ കിട്ടുള്ളൂ, ആ ഓൾറെഡി പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസ് ഒരു വർഷം 100 രൂപക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്തെന്നെ അറിഞ്ഞിട്ടും കാര്യമില്ല.
അപ്പൊ ഇതൊന്നും അൺചേഞ്ച്ഡ് ആണ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അത് കൈകാര്യം ചെയ്യുക. മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക ഫ്ലെക്സിബിൾ ബജറ്റ് ആണ്. ഓക്കെ ആണെന്ന് മനസ്സിലാക്കുന്നത്. ഫ്ലെക്സിബിൾ ബജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന ബജറ്റിനാണ് ഫ്ലെക്സിബിൾ ബജറ്റ് എന്ന് പറയാം. ഫിക്സഡ് ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ലെവൽ ഓഫ് ആക്ടിവിറ്റി എന്നുണ്ടെങ്കിലും നമ്മുടെ കാര്യങ്ങൾ ചേഞ്ച് ആവില്ല, അതിനെയാണ് ഫിക്സഡ് ബജറ്റ് എന്ന് പറയാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഇനി ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിലുള്ള ബജറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫങ്ഷണൽ ബജറ്റ്. ഫങ്ഷൻസിന്റെ അടിസ്ഥാനത്തിൽ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഫങ്ഷണൽ ബജറ്റ്, മറ്റൊന്ന് മാസ്റ്റർ ബജറ്റ്. ഫങ്ഷണൽ ബജറ്റിനെ നോക്കുക. ഫങ്ഷണൽ ബജറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഓപ്പറേഷണൽ ബജറ്റ്, മറ്റൊന്ന് ഫിനാൻഷ്യൽ ബജറ്റ്. ഓപ്പറേഷണൽ ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സെയിൽസ്, പ്രൊഡക്ഷൻ, ഇത്തരം സാധനങ്ങളാണ് വരിക. നോക്കുക, ആദ്യം മനസ്സിലാക്കുക. ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫിക്കേഷൻ ഒന്നാമത്തത് ഫങ്ഷണൽ ബജറ്റും മറ്റൊന്ന് മാസ്റ്റർ ബജറ്റും. ഈ ഫങ്ഷണൽ ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഓരോരുത്തരുടെയും ഫംഗ്ഷൻ ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ബജറ്റ് പ്രിപ്പയർ ചെയ്യാണ്. ആ ഫങ്ഷണൽ ബജറ്റിന് ഓപ്പറേഷണൽ ബജറ്റ് എന്നും ഫിനാൻഷ്യൽ ബജറ്റ് എന്നും പറയുന്നുണ്ട്. ഓപ്പറേഷണൽ ബജറ്റ് എന്നും അപ്പൊ എന്താ നോക്കാം നമുക്ക്. ഓപ്പറേറ്റിംഗ് ബജറ്റ്, ഓപ്പറേഷണൽ എന്നല്ല, ഓപ്പറേറ്റിംഗ് ബജറ്റ് ആർ ദോസ് ബജറ്റ് വിച്ച് ആർ റിലേറ്റഡ് ടു ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ഓർ ഓപ്പറേഷൻ ഓഫ് എ ഫേം. സ്ഥാപനത്തിന്റെ ഓപ്പറേഷൻസ് ആക്ടിവിറ്റീനെ ബേസ് ചെയ്തിട്ടാണ്. ദീസ് ആർ കൺസേൺഡ് വിത്ത് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. റവന്യൂ എക്സ്പെൻഡിച്ചറിനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ അറൈസിങ് ഔട്ട് ഓഫ് ഓപ്പറേഷൻ ഓഫ് ഏതാണ് റവന്യൂ വരിക, സെയില്, പർച്ചേസ്, പ്രൊഡക്ഷൻ. അപ്പൊ പ്രൊഡക്ഷൻ ബജറ്റ്, പർച്ചേസ് ബജറ്റ്, സെയിൽസ് ബജറ്റ്, ഇതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് ബജറ്റ് എന്ന് പറഞ്ഞത്. ഫങ്ഷണൽ ബജറ്റിലെ ഒരു അടിസ്ഥാനമായിട്ടുള്ള മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ് ഓപ്പറേറ്റിംഗ് ബജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇതേ സമയം ഓപ്പറേറ്റിംഗ് ബജറ്റ് അല്ലാത്ത ബജറ്റ് എന്താ, ഫിനാൻഷ്യൽ ബജറ്റ്. അതാണ് നമ്മുടെ ക്യാഷ്. അവിടെ എന്താ, അവിടെ എക്സ്പെൻസ് ഇൻകം എന്നുള്ളതിനപ്പുറത്തേക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ് അവിടെ നടത്തുന്നത്. ഫിനാൻഷ്യൽ ബജറ്റ് ആർ ദോസ് ബജറ്റ് വിച്ച് ആർ ഇൻകോർപ്പറേറ്റഡ് ഫിനാൻഷ്യൽ ഡിസിഷൻ ഓഫ് എ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ ഡിസിഷനുമായി ബന്ധപ്പെട്ട ദാറ്റ് ഷോസ് ഡീറ്റെയിൽഡ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് ആൻഡ് ഓവറോൾ ഫിനാൻഷ്യൽ പൊസിഷൻ. സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ പൊസിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് ഇതിൽ വരുന്ന ബജറ്റുകൾ ഏതൊക്കെ, ക്യാഷ് ബജറ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ ബജറ്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബജറ്റ്, ഇൻകം സ്റ്റേറ്റ്മെന്റ് ബജറ്റ്, ബാലൻസ് ഷീറ്റ് ബജറ്റ്. ബജറ്റ് ബാലൻസ് ഷീറ്റ്, നമ്മൾ അടുത്ത വർഷത്തേക്ക് നമുക്ക് എത്ര നമ്മളെ ബാലൻസ് ഷീറ്റ് സ്ട്രെങ്ത് വരണം, അത്തരം കാര്യങ്ങളൊക്കെ നോക്കണം. അതായത് ഇവിടെ വരുന്നൊക്കെ ഒരു ഫിനാൻഷ്യൽ ആസ്പെക്ട് ആണ്. മറ്റോടത്ത് വരുന്നൊക്കെ എന്താണ്, ഓപ്പറേറ്റിംഗ് ആസ്പെക്ട്. ഓപ്പറേറ്റിംഗിൽ എന്താ ഉണ്ടാവുക, ഓപ്പറേറ്റിംഗിൽ എന്താ ഉണ്ടാവുക, പ്രൊഡക്ഷൻ വേണം, പ്രൊഡക്ഷൻ ഒരു ഓപ്പറേറ്റിംഗ് ആണ്. അതുപോലെ തന്നെ മറ്റെന്താണ്, സെയിൽസ് ഒരു ഓപ്പറേഷൻ ആണ്, മെയിൻ്റനൻസോ മറ്റൊരു ഓപ്പറേഷൻ ആണ്, അങ്ങനെ വരുന്നത്. ഫിനാൻസിങ് ബജറ്റ് എന്ന് പറഞ്ഞാൽ, ഫിനാൻഷ്യൽ ബജറ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഡെസിഷനുമായി ബന്ധപ്പെട്ടിട്ട നമ്മളെ ഡേ ടു ഡേ ആക്ടിവിറ്റി ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ എത്ര, അത് നമ്മൾ എന്ത് ചെയ്യണം, ഫോർകാസ്റ്റ് ചെയ്യണമെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ബജറ്റ് കൊണ്ടുവരും. നമ്മൾ ഒരു മന്തിലെ ക്യാഷ് എത്രത്തോളം ആവശ്യമുണ്ട് നോക്കുന്നതിന് ക്യാഷ് ബജറ്റ് നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. അവിടെ ക്യാഷ് ബജറ്റിൽ ക്യാഷ് മാത്രമേ ഇൻവോൾവ് ആവുള്ളൂ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബജറ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ആണ്, പക്ഷെ അത് എന്തിനേ വരുള്ളൂ, ഫിക്സഡ് അസറ്റ്, പ്ലാന്റ് ഒക്കെ വാങ്ങുന്നതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബജറ്റ് ആണത്. ഇൻകം സ്റ്റേറ്റ്മെന്റ് ബജറ്റ് ഉണ്ട്, ഇൻകത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ബജറ്റ് ബാലൻസ് ഷീറ്റ് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റ് തന്നെ അടുത്ത 2 വർഷത്തേക്ക് നമ്മുടെ ബാലൻസ് ഷീറ്റ് എങ്ങനെ ആവണം എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. ഓക്കെ. അപ്പൊ നമ്മള് ഫങ്ഷണൽ ബജറ്റിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തു. ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിലുള്ള ബജറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഒന്ന് ഫങ്ഷണൽ ബജറ്റും മറ്റൊന്ന് മാസ്റ്റർ ബജറ്റും. ഈ ഫങ്ഷണൽ ബജറ്റിനെ വീണ്ടും രണ്ടായി ക്ലാസിഫൈ ചെയ്തതിന് ഒന്ന് ഓപ്പറേറ്റിംഗ് ബജറ്റ്. അത് സ്ഥാപനത്തിലെ ഡിഫറെന്റ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഓപ്പറേഷന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബജറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഓപ്പറേറ്റിംഗ് ബജറ്റ്. അതിലാണ് സെയിൽസ്, പർച്ചേസ്, പ്രൊഡക്ഷൻ ഒക്കെ വരുന്നത്. അതേസമയം എന്തുണ്ട്, ഫിനാൻഷ്യൽ ബജറ്റ് ഉണ്ട്. അതിന് പ്യുവർലി ഫിനാൻഷ്യൽ ടേംസ് ആണ്. ക്യാഷ് ബജറ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ ബജറ്റ്, ക്യാപിറ്റൽ ബജറ്റ്, ബാലൻസ് ഷീറ്റ്, ഇത്തരം സാധനങ്ങളൊക്കെയാണ് അതിൽ വരിക. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ഓപ്പറേറ്റിംഗ് ബജറ്റ് കംപ്ലീറ്റ് ചെയ്യണം. ഈ പ്രൊഡക്ഷൻ എത്ര നടത്തണം എന്ന് അറിഞ്ഞാലല്ലേ പ്രൊഡക്ഷന്റെ ആവശ്യത്തിനുള്ള ഫണ്ട് ഫിനാൻഷ്യൽ ബജറ്റുകാർക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സെയിൽ എത്ര നടത്തണം എന്ന് അറിഞ്ഞാലല്ലേ സെയിൽസിന് വേണ്ടിയിട്ടുള്ള ഇൻകം, സെയിൽസിലൂടെ എത്ര ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന അവർക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം ഇത്തരം ബജറ്റുകൾ നിർബന്ധമായിട്ടും ചെയ്യണം. ഓക്കെ. ഇനി മാസ്റ്റർ ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ്റ്റർ ബജറ്റ് എന്ന് പറഞ്ഞാൽ മാനേജർ ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് പ്രിപ്പയർ ദെയർ ബജറ്റ്. ഓരോ ഫങ്ഷണൽ ബജറ്റുകളും ആര് പ്രിപ്പയർ ചെയ്യും? അവർ പ്രിപ്പയർ ആൻഡ് സബ്മിറ്റ് ദം ടു ബജറ്റ് കമ്മിറ്റി. ബജറ്റ് കമ്മിറ്റി കൊടുക്കും. ബജറ്റ് കമ്മിറ്റി വിൽ മേക്ക് നെസസറി അഡ്ജസ്റ്റ്മെന്റ് ഇൻകോർപ്പറേറ്റിംഗ് ഓൾ ഫങ്ഷണൽ ബജറ്റ്
Then it prepare master budget. Master budget എന്ന് പറഞ്ഞാൽ it is a summary of all functional budget. എല്ലാ ഫങ്ഷണൽ ബജറ്റുകളെയും കൂട്ടിയിട്ട് മൊത്തത്തിലുള്ള ഒരു ബജറ്റ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാസ്റ്റർ ബജറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാസ്റ്റർ ബജറ്റ് ഈസ് ഓവറോൾ ബജറ്റ്. ഇതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. മാസ്റ്റർ ബജറ്റ് എന്ന് പറഞ്ഞാൽ ഓവറോൾ ബജറ്റ് ആണ്. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മളിപ്പോ പറഞ്ഞത് ഫങ്ഷണൽ ബജറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. എന്താണ്? അല്ല, ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഒന്ന് ഫങ്ഷണൽ ബജറ്റ് ആണ്, മറ്റൊന്ന് എന്താണ്, മാസ്റ്റർ ബജറ്റ് ആണ്. ഈ ഫങ്ഷണൽ എന്നതിന് ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫിക്കേഷൻ, ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. ഒന്ന് ഫങ്ഷണൽ ബജറ്റും മറ്റൊന്ന് മാസ്റ്റർ ബജറ്റും. മാസ്റ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ മൊത്തത്തിലുള്ളത്. ഇനി ഫങ്ഷണലിനെ നമ്മൾ ഓപ്പറേറ്റിംഗിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ എന്തിന്റെ അടിസ്ഥാനത്തിന്റെയും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഫിനാൻസിന്റെ അടിസ്ഥാനത്തിലും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത്രയും കാര്യങ്ങൾ അപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഇനി ഫിനാൻഷ്യൽ ബജറ്റിൽ ഒരുപാട് ബജറ്റ് ഉണ്ട്. അതിൽ ക്യാഷ് ബജറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്യാഷ് ബജറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു. അതിന്റെ അഡ്വാൻറ്റേജസ് മാത്രം ഡിസ്കസ് ചെയ്യാനുള്ളൂ. അതോടുകൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ഇതെന്താ, പ്രിപ്പറേഷൻ ഓൺലി ആഫ്റ്റർ ഓൾ ഫങ്ഷണൽ ബജറ്റും പ്രിപ്പയർ ചെയ്തതിനു ശേഷമാണ് നമ്മൾ ക്യാഷ് ബജറ്റ് പ്രിപ്പയർ ചെയ്യുക. അത് ഓൾറെഡി പറഞ്ഞു. ഫിനാൻഷ്യൽ ബജറ്റ് എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുക? എല്ലാ ഫങ്ഷണൽ ബജറ്റും കഴിഞ്ഞതിന് ശേഷമേ ഫിനാൻഷ്യൽ ബജറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ക്യാഷ് ബജറ്റ് ഈസ് ആൾസോ കോൾഡ് ഫിനാൻഷ്യൽ ബഡ്ജറ്റ് ഓർ ദ വെയ്സ് ആൻഡ് മീൻസ് ബജറ്റ്. വെയ്സ് ആൻഡ് മീൻസ് കേട്ടിട്ടില്ലേ? നമ്മുടെ ഡേ ടു ഡേ ഓപ്പറേഷനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഫണ്ടിനാണ് വെയ്സ് ആൻഡ് മീൻസ് എന്ന് പറയാം. ഇപ്പൊ റിസർവ് ബാങ്ക് 90 ദിവസത്തേക്ക്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 90 ദിവസത്തിന്റെ മാക്സിമം കാലാവധിയിൽ ഗവൺമെന്റുകൾക്ക് കൊടുക്കുന്ന ഫണ്ടിനാണ് വെയ്സ് ആൻഡ് മീൻസ് ഫണ്ട് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ബാങ്കിങ്ങിൽ. അതുപോലെ വെയ്സ് ആൻഡ് മീൻസ് ബജറ്റ് എന്നും കൂടെ പറയുന്നുണ്ട്. ഇതിലെന്താ ഉണ്ടാവുക? എസ്റ്റിമേറ്റഡ് ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാവും, ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവും ഫോർ ഫ്യൂച്ചർ പീരിയഡ്. ഓക്കെ, അത് നമ്മൾ കണ്ടതാണ്. എത്രയാണ് നമുക്ക് റെസിപ്റ്റ് വരാൻ പോകുന്നത്, എത്രയാണ് നമ്മളെ പേയ്മെന്റ് പോകാൻ പോകുന്നത്. ഈ റെസിപ്റ്റിനെ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയും, ഈ എക്സ്പെൻസ് അല്ലെങ്കിൽ പേയ്മെന്റ്സിന് ഔട്ട്ഫ്ലോ എന്നും പറയും. അഡ്വാൻറ്റേജസ് ഓഫ് ക്യാഷ് ബജറ്റ് ആണ് നോക്കുന്നത്. ഒന്ന്, എൻഷുർ ദാറ്റ് സഫീഷ്യന്റ് ക്യാഷ് അവൈലബിൾ ആണ് നമ്മൾ ഉറപ്പ് വരുത്തുന്നുണ്ട് ഓരോ സമയത്തും. ഓക്കെ, എക്സ്പെക്ടഡ് ഷോർട്ടേജ് ഓഫ് ക്യാഷ് എത്ര നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഓരോ സമയത്തും വേണ്ട നെസസറി ആവശ്യങ്ങൾ നമ്മൾ അറേഞ്ച്മെന്റ് നടത്താൻ പറ്റും. ഏതുപോലെ ബാങ്ക് ലോണ്, ഓവർ ഡ്രാഫ്റ്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മേക്കപ്പ് ചെയ്യാൻ പറ്റും, ഈ ഡെഫിഷ്യൻസി ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ എന്താ പറഞ്ഞത്, സഫീഷ്യന്റ് ക്യാഷ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ പറ്റും. ഇനി ഷോർട്ടേജ് ഓഫ് ക്യാഷ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ട ആക്ഷൻസ്, ലോണോ അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റിയോ ആ സമയത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെന്താണ്, എക്സസ് ക്യാഷിനെ വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാൻ പറ്റും. ഷോർട്ട് ടൈം പീരീഡ് കുറച്ച് ക്യാഷ് അധികം ഉണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്നും കൂടെ ജനറേറ്റ് ചെയ്യാലോ, അങ്ങനെ. പിന്നെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഡിവിഡന്റ് പോളിസികളൊക്കെ സെറ്റ് ചെയ്യാനും മാനേജ്മെന്റിനെ സഹായിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എന്ത്, ഇതിന്റെ സവിശേഷതകളായിട്ട് പറയാനുള്ളത്. ഇനി ക്യാഷ് ബജറ്റിന്റെ മെത്തേഡ്സ് ഞാൻ പറഞ്ഞു. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് ഇന്നലെ പറഞ്ഞത്. അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് മെത്തേഡും നമുക്ക് പഠിക്കാനുള്ളത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് മെത്തേഡ് മാത്രമേ ഉള്ളൂ. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തതാണ്. ഇനി ഇതുണ്ട്, അത് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് രാത്രി നമുക്ക് ഒരു അരമണിക്കൂർ ഇരുന്നാൽ മതി. ഒരുപാട് നേരം ഇത് വേണ്ടാന്ന് കരുതിയിട്ട് ഇന്ന് 7 to 8 നമുക്ക് ഡിസ്കസ് ചെയ്യാം. എത്ര നേരം ഉള്ളത്? ഈ സീറോ ബേസ് ബജറ്റ് മാത്രമേ പറയാനുള്ളൂ. ഒരു 15-20 മിനിറ്റ് കിട്ടിയാൽ മതി. അപ്പൊ പറയാം കേട്ടോ, അതാ നല്ലത്. വേറെ ഒന്ന് അരമണിക്കൂർ ഇതോട് കൂടെ തീരും. അരമണിക്കൂർ നിങ്ങൾ ഒരു 7 to 8 മണി വരെയുള്ള ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് തീർക്കാം. ഓക്കെ, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഈ ചാപ്റ്ററിൽ മെയിനില് ഫോക്കസ് ചെയ്യേണ്ട തിയറി ഒന്ന് പറഞ്ഞിരുന്നേ, കുറെ എല്ലാം. ഓക്കെ, കുഴപ്പമില്ലാതെ ഞാൻ സെറ്റ് ആക്കി തരാം. ഒന്ന് നിങ്ങൾ സ്റ്റെപ്സ് പഠിക്കുക, പിന്നെ കുറച്ച് ടേമുകൾ, ആ മാസ്റ്റർ ബജറ്റ് എന്താ പഠിക്കുക, ബജറ്റ് മാനുവൽ എന്താ പഠിക്കുക, കീ ഫാക്ടർ എന്താ പഠിക്കുക, ഇങ്ങനത്തൊക്കെയാണ് ചോദിക്കാറുള്ളത്. അത് ഞാൻ ഉണ്ടല്ലോ PYQ എടുത്തിട്ട് ഇമ്പോർട്ടന്റ് ഉള്ളത് ഞാൻ അയച്ചിട്ടുണ്ട്. അതാണ് റിപ്പീറ്റഡ് ചോദിക്കല്. 5 മാർക്കിനൊക്കെ റിപ്പീറ്റ് ചെയ്ത് എന്ന കാര്യങ്ങളുണ്ട്. ഇന്ന് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും അങ്ങനത്തെ ഒക്കെ ഏകദേശം ഒക്കെ വരും. നമുക്ക് ഏതും പ്രതീക്ഷിക്കാം. പക്ഷെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട 2 മാർക്കിൽ മാസ്റ്റർ ബജറ്റ് എന്താണ്, ബജറ്റ് മാനുവൽ എന്താണ്, കീ ഫാക്ടർ എന്താണ്, ആ 2 മാർക്കിന് പ്രതീക്ഷിക്കാം. പിന്നെ സ്റ്റെപ്സ് ഉണ്ടല്ലോ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത സ്റ്റെപ്സ്, അത് നോക്കാം. മെറിറ്റും ഡിമെറിറ്റും ഒക്കെ നിങ്ങൾക്ക് കാറ്റാക്കി ചെയ്താലോ, കുറെ കാര്യങ്ങൾ വെറുതെ. ഇതൊക്കെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ളത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. തൽക്കാലം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം കേട്ടോ. എന്തെങ്കിലും